ഓക്കെ, ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ചർച്ച ലേൺ 1000 പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്നാണ്. 1000 പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ചിട്ട് എന്തിനാ, അതായത് ഇറ്റ് ഈസ് ഫിസിക്കലി ഇമ്പോസിബിൾ എന്നാണ് ഫസ്റ്റ് ഒബ്ജെക്ഷൻസ് വരിക. ഓക്കെ, ഓഫ് കോഴ്സ്, അതായത് ഈ മാൽക്കം ഗ്ലാഡ്വെലിന്റെ ഔട്ട്ലയർ എന്നുള്ള ബുക്കിൽ ഒരു കോൺട്രവേഴ്സി എന്നല്ല, ഒരു പരമാർത്ഥമാണ്. അതായത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് പ്രാവീണ്യം വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 10,000 മണിക്കൂർ ഒരു കാര്യത്തിൽ പഠിച്ചാലേ നിങ്ങൾക്ക് ഒരു വിഷയത്തിൽ പ്രാവീണ്യം വെക്കുമെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഒരു സൈക്കോളജിസ്റ്റിന്റെ വർക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പുള്ളി എഴുതിയത്. അപ്പോൾ എന്ന സ്ഥാനത്ത് ജോഷ് കോഫ്മാൻ എന്ന് പറഞ്ഞ പുള്ളി ദ ഫസ്റ്റ് 20 hours പറയുന്നു, ഇഫ് യു സ്റ്റഡി enough for 20 hours, you can actually get a merchandisable skill, or you can be smart enough to be dangerous. Okay, അപ്പോൾ മാൽക്കം ഗ്ലാഡ്വെലിന്റെ ഔട്ട്ലയറും ഒരു ഇൻട്രസ്റ്റിംഗ് ബുക്കാണ്. ദ ഫസ്റ്റ് 20 hours ബൈ ജോഷ് കോഫ്മാൻ ഇസ് ഓൾസോ an ഇൻട്രസ്റ്റിംഗ് ബുക്ക്. 10,000 മണിക്കൂർ ഒരെണ്ണം ഒരു ആൾ പറയുന്നു, 20 മണിക്കൂർ വേറെ ആൾ പറയുന്നു. ഞാൻ കുറച്ചും കൂടി 20 മണിക്കൂർ ആൾക്കാരുടെ കൂടെയാണ്. ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഒക്കെ 10,000 അവേഴ്സ് സ്പെൻഡ് ചെയ്യുന്നത് അത്ര അഭികാമ്യമാണോ എന്നുള്ളത് ഡൗട്ടുണ്ട് ഇന്നത്തെ കാലത്ത്, അറ്റ്ലീസ്റ്റ് നമ്മൾ പോളിഗ്ലോട്ട് ആയതുകൊണ്ട്. അപ്പോൾ 1000 പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് പഠിച്ചില്ലെങ്കിലും 10 പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്തായാലും ഒരാൾക്ക് പഠിച്ചേ മതിയാവും. ഇപ്പോൾ ഒരു ടിപ്പിക്കൽ എന്റർപ്രൈസ് ആപ്ലിക്കേഷൻ എഞ്ചിനീയർ ആണെന്ന് വിചാരിക്കട്ടെ, അയാൾക്ക് ജാവാസ്ക്രിപ്റ്റ് പഠിച്ചാൽ മതി. ടൈപ്പ് സ്ക്രിപ്റ്റ് ഇപ്പോൾ ഒരു എസെൻഷ്യൽ ഈവളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ ജാവക്കാരനാണെങ്കിൽ ജാവ പഠിക്കണം, ഇനിയിപ്പോൾ SQL ആണെങ്കിൽ SQL പഠിക്കണം, പിന്നെ CSS, അങ്ങനെ ഇതൊക്കെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് തന്നെയാണ്. ട്യൂറിംഗ് കംപ്ലീറ്റ് ആവണമെന്നില്ല എല്ലാ ലാംഗ്വേജും. അപ്പോൾ ഇറ്റ് ഈസ് ഫിസിക്കലി ഇമ്പോസിബിൾ എന്നുള്ളതാണ് ഫസ്റ്റ് ഒബ്ജെക്ഷൻ. നെക്സ്റ്റ്, ഇത് ആരോഗ്യപരമാണോ എന്നുള്ളതാണ് പറയുന്നത്. എന്തിനാണ് അത്രയും സമയം കളഞ്ഞിട്ട് വെറുതെ ടൈം കളയണം, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കാനോ? അപ്പോൾ ഇത് രണ്ടും ഒരു വാലിഡ് ഒബ്ജെക്ഷൻസ് തന്നെയാണ്. പക്ഷെ അതിനൊരു ട്വിസ്റ്റ് തരാമെന്നുള്ളതാണ് ഈ സെഷന്റെ ഉദ്ദേശം. അപ്പോൾ സെമാന്റിക്കലി ദർ ആർ ഓൺലി 3 ലാംഗ്വേജസ് എന്ന് പറഞ്ഞത്. അതായത് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിൻഡെക്സ് അവിടെ കുറച്ച് ഇതുണ്ട്. അപ്പോൾ ഈ അർത്ഥം, സെമാന്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി ഓഫ് മീനിങ് ആണ്. അപ്പോൾ 3 ലാംഗ്വേജസേ വേൾഡിലുള്ളൂ, ബാക്കിയൊക്കെ സിൻഡാക്റ്റിക് പ്രൊജക്ഷൻസ് ആണ്. ഓക്കെ, അതായത് നിങ്ങളുടെ സിൻഡെക്സ് finally is lowered into some kind of a language model. അപ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് ഇപ്പോൾ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലാംഗ്വേജസിന്റെ സ്ട്രക്ചർ സിമിലർ ആണെന്നാണ് പറയുന്നത്. അത് 3 ഫാമിലി ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ഇംപെരറ്റീവ്, ഫങ്ഷണൽ, ലോജിക്. അപ്പോൾ ഇംപെരറ്റീവ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ പറയാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമാൻഡ് ഗതികേട് എന്നൊക്കെ പറയാട്ടോ ഇംപെരറ്റീവിനെ. അപ്പോൾ ഇംപെരറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x=x+1 ലാംഗ്വേജ്. അതായത് ഈ x=x+1 എന്നുള്ള സ്റ്റേറ്റ്മെന്റ് പേഴ്സണലി ഞാൻ ആദ്യമായിട്ട് എൻകൗണ്ടർ ചെയ്തപ്പോൾ ഐ അണ്ടർസ്റ്റുഡ്. അവർ പറയുന്ന ഇത് മനസ്സിലായി, x എന്നുള്ള ഒരു മെമ്മറി ലൊക്കേഷനിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് തിരിച്ച് സ്റ്റോർ ചെയ്യുക. ലോഡ് സ്റ്റോർ ആർക്കിടെക്ചർ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുമ്പോൾ അവിടെ നോ ബ്രെയിനർ അല്ല. പക്ഷെ ഒരു ഫിലോസഫിക്കൽ ലെവലിൽ ചിന്തിക്കുമ്പോൾ ദാറ്റ് ഇസ് നോട്ട് സംതിങ് വിച്ച് ഇസ് അവൈലബിൾ ഇൻ മാത്തമാറ്റിക്സ്. അപ്പോൾ മാത്തമാറ്റിക്സിലാണെങ്കിൽ ലെറ്റ് y=x+1, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ലെറ്റ് z=y×2. അങ്ങനെയാണ് എപ്പോഴും ഈ പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് അത് മിറർ ചെയ്യാൻ നോക്കുന്നുണ്ട്, ലെറ്റ് സിൻഡെക്സ് ഒക്കെ വെച്ചിട്ട്. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംപെരറ്റീവ് ലാംഗ്വേജ് ഒരു നോർമൽ തിങ് അല്ല ഇഫ് യു അപ്രോച്ച് പ്രോഗ്രാമിംഗ് ഫ്രം എ മാത്തമാറ്റിക്കൽ സെൻസ്. ഓക്കെ, പക്ഷേ യു ഗോട്ട് ദ പോയിന്റ്. അപ്പോൾ അതിനെ ഇപ്പോൾ കുറച്ച് ആൾക്കാർ പറയും മ്യൂട്ടബിൾ സ്റ്റേറ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ ഊപ്പിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഷെയർഡ് മ്യൂട്ടബിൾ സ്റ്റേറ്റ് ആണെന്നൊക്കെ പറഞ്ഞ മാതിരി ഇംപെരറ്റീവ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ലാംഗ്വേജ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഓരോ സ്റ്റേറ്റ്മെന്റും will have effects on multiple variables. അപ്പോൾ അല്ലെങ്കിൽ അസൈൻമെന്റ് സ്റ്റേറ്റ് അതാണ് ഇംപെരറ്റീവ്. x=x+1 ലാംഗ്വേജസ്, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന മോസ്റ്റ് കൺവെൻഷണൽ ലാംഗ്വേജസ് ഇംപെരറ്റീവ് ആണ്.
അടുത്തതാണ് ഫങ്ഷണൽ. ഫങ്ഷണലിനെ വേണമെങ്കിൽ നമുക്ക് എക്സ്പ്രഷൻ ഓറിയന്റഡ് ലാംഗ്വേജസ് എന്ന് നമുക്ക് പറയാം. അതായത് ഈ എവറിത്തിങ് ഇസ് സെന്റർഡ് അറൌണ്ട് സംതിങ് കോൾഡ് ഫങ്ഷൻ. അപ്പോൾ ഈ ഇമ്പറേറ്റീവ് ലാംഗ്വേജസ് ഒരു ആൾവേസ് അതിനെ പ്രൊസീജറൽ ലാംഗ്വേജസ് എന്നും ആൾക്കാർ പറയാറുണ്ട്. കാരണം മോസ്റ്റ് പ്രൊസീജറൽ ലാംഗ്വേജസ് ആർ ഇമ്പറേറ്റീവ്. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേണമെങ്കിൽ ബട്ട് ഓൾ ഇമ്പറേറ്റീവ് ലാംഗ്വേജസ് ആർ നോട്ട് പ്രൊസീജറൽ. കാരണം സബ് റൂട്ടീൻ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ലാംഗ്വേജസ് ഉണ്ട്. അപ്പോൾ പ്രൊസീജറും സബ് റൂട്ടീനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് നമുക്ക് ഫ്യൂച്ചറിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഫങ്ഷണൽ ലാംഗ്വേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാമിംഗ് അറൌണ്ട് പ്യുവർ ഫങ്ഷൻ. ഇനി ലോജിക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോജിക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണേക്കാൾ മുമ്പ് നമ്മളെല്ലാവരും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ലോജിക് ലാംഗ്വേജ് ഉണ്ട്. ആ ലാംഗ്വേജിന്റെ പേരാണ് SQL. അപ്പോൾ SQLന്റെ അണ്ടർലൈൻ മെഷീൻ മോഡൽ വേണമെങ്കിൽ ഡാറ്റാലോഗ് എന്ന് പറഞ്ഞ സാധനം പറയാം. ആ ഡാറ്റാലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊലോഗിന്റെ ഒരു സബ്സെറ്റ് ആണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊലോഗും മറ്റേ എന്താ പറയുക, പ്രൊലോഗിന്റെ ഉള്ളിൽ ഹയർ ഓർഡർ റിലേഷൻസ് ഇല്ലെങ്കിൽ അത് ഡാറ്റാലോഗ് എന്ന് പറയും. അപ്പോൾ ഈ ലോജിക് ലാംഗ്വേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊലോഗ് ആണ് അതിൻ്റെ ഉള്ളിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഡാറ്റാലോഗ് ഡൊമൈൻ സ്പെസിഫിക് ലാംഗ്വേജസ് ആയിട്ട് കമ്പൈലർ ഒപ്റ്റിമൈസേഷന് വരെ ഉപയോഗിക്കുന്നത് കാണാം. അപ്പോൾ ഇമ്പറേറ്റീവ് എന്താ പറയുക, ഈ ലാംഗ്വേജസ് ഉണ്ട്, ഫങ്ഷണൽ ലാംഗ്വേജസ് ഉണ്ട്, ലോജിക് ലാംഗ്വേജസ് ഉണ്ട്. ഇപ്പോൾ ഇമ്പറേറ്റീവ് ലാംഗ്വേജ് C++, ജാവ, C# ഒക്കെ ഇമ്പറേറ്റീവ് ആണ്. അവർ മൾട്ടി പാരാഡിം ആണ്, പക്ഷെ ബേസിക്കലി അടിസ്ഥാനപരമായിട്ട് ഇമ്പറേറ്റീവ് ആണ്. ഇന്ന സ്ഥാനത്തെ ലാംഗ്വേജ് ലൈക്ക് സ്കാല ആൻഡ് F# അടിസ്ഥാനപരമായിട്ട് ഫങ്ഷണൽ ആണ്, പക്ഷെ അതിൽ ഇമ്പറേറ്റീവ് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ അൺഫോർച്ചുനേറ്റ്ലി ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് പലർക്കും ഒരു അറ്റ്ലീസ്റ്റ് അബ്സ്ട്രാക്ട് ആൾജിബ്ര ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ കോഡ് പാറ്റേൺ വെച്ച് ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് മിക്ക ഫങ്ഷണൽ ലാംഗ്വേജസ് ഇമ്പറേറ്റീവ് ആയിട്ടാണ് ആൾക്കാർ ഉപയോഗിക്കുന്നത്. സേ ഫോർ എക്സാമ്പിൾ സ്കാലയിലാണ് മറ്റേ സ്പാർക്ക് എഴുതിയിരുന്നത്. ഞാൻ പോയ കമ്പനികളിലെല്ലാം സ്പാർക്കിന്റെ കോഡ് ഞാൻ ഇതുവരെയായിട്ട് ഒരു ഫങ്ഷണൽ കോഡ് കണ്ടിട്ടില്ല, എല്ലാം ഇമ്പറേറ്റീവ് കോഡാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, ആൻഡ് ഈവൻ ഇൻ വൺ F# application people have used mutable state a lot. അപ്പോൾ ഈ ലോജിക് ലാംഗ്വേജസ് ഡയറക്ട്ലി വിസിബിൾ അല്ലെങ്കിലും ഇപ്പൊ കമ്പൈലർ എൻജിൻസിന്റെ ഉള്ളില്, ഈവൻ നെറ്റ്വർക്ക് ഷെഡ്യൂളേഴ്സിന്റെ ഉള്ളില്, ഇനി പണ്ടൊക്കെ ഓട്ടോമാറ്റിക് റീസണിങ്ങിലൊക്കെ ഉപയോഗിക്കുമായിരുന്നു പ്രൊലോഗ്. പിന്നെ അതേമാതിരി തന്നെ പക്ഷേ ഈ ലോജിക് ലാംഗ്വേജസിന്റെ പുറകിലുള്ള മാത്തമാറ്റിക്കൽ ഫോർമലിസമാണ് ടൈപ്പ് ഇൻഫറൻസിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി അതർ മൈനർ ഡയലക്ട്സ് ഉണ്ട്. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ അടിസ്ഥാനപരമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പറേറ്റീവ്, ഫങ്ഷണൽ, ലോജിക്കാണ് 3 ലാംഗ്വേജ് എങ്കിലും അതിനെ ഈ ഡയലക്ട്സ് എന്ന് പറയാം. അതായത് നമ്മുടെ മുന്നിലോട്ട് അത് വരുന്നത് പ്രൊസീജറൽ, മോഡുലാർ, ഒബ്ജക്റ്റ് ജനറിക് പ്രോഗ്രാമിംഗ് എന്നുള്ള ലെവലിലായിരിക്കും. അപ്പൊ പ്രൊസീജറൽ പ്രോഗ്രാമിംഗ് എന്താന്ന് നോക്കാം. അതായത് എ പ്രോഗ്രാം ഈസ് ഡിവൈഡഡ് ഇൻടു സീരീസ് ഓഫ് പ്രൊസീജിയേഴ്സ് ആൻഡ് ദർ വിൽ ബി ഗ്ലോബൽ ഡാറ്റ. അപ്പൊ ഡാറ്റ വിൽ ബി പാസ് ത്രൂ സീരീസ് ഓഫ് പ്രൊസീജിയേഴ്സ് ആൻഡ് മ്യൂട്ടേഷൻ വിൽ ഹാപ്പൻ ആൻഡ് ഫൈനലി എന്താ പറയാ, ദി ഔട്ട്പുട്ട് വിൽ ബി പ്രൊഡ്യൂസ്ഡ്. ഇപ്പോൾ ഫോർട്രാൻ, ഇനി പാസ്കൽ, ഇതൊക്കെ പ്രൊസീജറൽ ലാംഗ്വേജ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സബ് റൂട്ടീനും പ്രൊസീജറും തമ്മിലൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാല്, ഇപ്പൊ ബേസിക് ലാംഗ്വേജില് പ്രൊസീജിയേഴ്സ് ഈ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നത് മൈക്രോസോഫ്റ്റ് ബേസിക്സ് ഒക്കെ വന്നപ്പോഴാണത്. പണ്ട് അതില് ലൈൻ നമ്പർ ഇട്ടിട്ട് ഗോ സബ് എന്ന് പറഞ്ഞിട്ട് സബ് റൂട്ടീൻ ആണ്. യു ജമ്പ് ഇൻ ടു സം അതർ പ്ലേസ് ആൻഡ് ദെൻ യു ഡു യുവർ ടാസ്ക് ആൻഡ് ദെൻ യു ഡു അനദർ ഗോ ടു ദ പ്ലേസ് വെയർ യു വാണ്ട് ടു ബി. അപ്പോൾ അവിടെ ഗ്ലോബൽ ഷെയർഡ് ഡാറ്റ വെച്ചിട്ട് ചാടുകയായിരുന്നു. പ്രൊസീജിയർ വന്നപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ സ്റ്റാക്കിലൂടെ പാരാമീറ്റേഴ്സും സ്റ്റാക്കിലും രജിസ്റ്റേഴ്സിലൂടെയും പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുന്ന പറയുന്നത്. അതാണ് പ്രൊസീജിയറൽ പ്രോഗ്രാമിങ്ങും സബ് റൂട്ടീനും തമ്മിലെ വ്യത്യാസം. ഓക്കെ, രണ്ടും കോഡ് ഓർഗനൈസേഷൻ മെക്കാനിസം ആണ്. പക്ഷേ പ്രൊസീജിയറൽ പ്രോഗ്രാമിംഗിന്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ സിൻസ് പാരാമീറ്റേഴ്സ് ആർ ആക്ച്വലി പാസ് ത്രൂ stack and then every stack has got recursive procedure invocation, stack frames എന്ന് പറഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ കൺകറന്റ് പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ മൾട്ടി ത്രെഡഡ് പ്രോഗ്രാമിംഗ് സപ്പോർട്ട് ചെയ്യാൻ പ്രൊസീജിയറൽ പ്രോഗ്രാമിങ്ങിന് കഴിഞ്ഞു. ഗ്ലോബൽ ഷെയർഡ് ഡാറ്റ ഉള്ളതുകൊണ്ട് സബ് റൂട്ടീൻ ബേസ്ഡ് പ്രോഗ്രാമിംഗ് അങ്ങനെ, അതുകൊണ്ടാണ് നമ്മൾ അത് അധികം കേൾക്കാത്ത പ്രൊസീജിയറൽ പ്രോഗ്രാമിംഗ് മുന്നോട്ട് വന്നത്. മോഡുലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊഡ്യൂൾ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇപ്പൊ ജാവ വേൾഡിലാണെങ്കിൽ പാക്കേജ് എന്നാണ് പറയുന്നത്. ഇനി C# വേൾഡിലാണെങ്കിൽ അതിനെ അസംബ്ലി എന്ന് പറയും. അസംബ്ലി അതിൻ്റെ ഉള്ളൊരു മൊഡ്യൂൾ എന്നുള്ള സാധനമുണ്ട്. പക്ഷെ പ്രാക്ടിക്കലി
അസംബ്ലി എന്നാണ് പറയാറ്. അപ്പോൾ അസംബ്ലി ഈസ് ആക്ച്വലി കൺസിഡേർഡ് ആസ് ഓക്കെ. ഇപ്പൊ മോഡേൺ പാർലൻസിലാണെങ്കിൽ ഒരു കുറെ ക്ലാസ്സസിന്റെ ഒരു റെപ്പോസിറ്ററി ആയിട്ടാണ് കാണുന്നത്. പക്ഷേ ഈ മൊഡ്യൂൾസിന് ഇന്റർഫേസ് സ്പെസിഫിക്കേഷനും ഇംപ്ലിമെന്റേഷനും വേറെ ആക്കുന്ന ഒരു മെത്തേഡുള്ള ലാംഗ്വേജസ് ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ML എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ML-ൽ നിന്നാണ് ഒക്കാമൽ ഉണ്ടായത്, ഒക്കാമലിൽ നിന്നാണ് F# ഉണ്ടായത്. ML ലാംഗ്വേജിന് നല്ലൊരു മൊഡ്യൂൾ സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ML ഫോർ എഞ്ചിനീയേഴ്സ് ഒരു ബുക്ക് ഉണ്ട്. ML ഫോർ പ്രോഗ്രാമേഴ്സ് ആണ് ML ഫോർ എഞ്ചിനീയേഴ്സ്, പോൾസൺ എന്ന് പറഞ്ഞ എഴുതിയ. ദാറ്റ് കണ്ടെയ്ൻസ് വൺ ഓഫ് ദി ബ്യൂട്ടിഫുൾ ഡിസ്ക്രിപ്ഷൻ ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ്. പിന്നെ ഈ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ലാംഗ്വേജസ് ആണ് അടുത്തത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞാൽ സിമില എന്ന് പറഞ്ഞ ലാംഗ്വേജിൽ തുടങ്ങി, സ്മോൾ ടോക്ക് എന്നുള്ള ലാംഗ്വേജ് റീസണബിളി പോപ്പുലറായി. അവിടെ നിന്ന് അത് ഒബ്ജക്റ്റീവ് C++, ഐഫൽ എന്നുള്ള ലാംഗ്വേജ് ഉണ്ട്, ബട്ടർ മേയറിന്റെ, അങ്ങനത്തെ ലാംഗ്വേജിലൂടെ അത് പോപ്പുലറായി. ജാവ C# അത് ഒരു അതിന്റെ ഉത്തമ ശൃംഗത്തിലെത്തി എന്നാണ് പറയേണ്ടത്. ഈവൻ ഡെൽഫി എല്ലാം, ഈവൻ വിഷ്വൽ ബേസിക് ലേറ്റർ ടൈംസിൽ PHP, പൈത്തൺ ഒക്കെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ലാംഗ്വേജ് ക്ലാസ്സിൽ വരും. ഈ ജനറിക് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞ സാധനം അലക്സാണ്ടർ സ്റ്റെപ്പനോവ്, ദ ഫാദർ ഓഫ് C++, STL പയനിയർ ചെയ്തൊരു മെക്കാനിസം ആണ്. അതായത് പ്രോഗ്രാമിംഗ് വിത്ത് പാരാമീറ്ററൈസ്ഡ് ടൈപ്സ്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ഇത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫണ്ടമെന്റലി 3 മെഷീൻ മോഡൽ, 3 ലാംഗ്വേജസേ ഉള്ളൂ. പിന്നെ പല പ്രൊജക്ഷൻസ് ആണ്. പിന്നെ കുറച്ചുകൂടി വേറെ രീതിയിലുള്ള ഒരു ഇത് നോക്കുകയാണെങ്കിൽ മറ്റേ എന്താ പറയുക, കൺകറന്റ് പാരലൽ ഉണ്ട്, പിന്നെ ആസ്പെക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ഉണ്ട്. ഇപ്പൊ കൺകറന്റ് പാരലൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ മോഡേൺ ലാംഗ്വേജ്, ഇപ്പൊ C++, C#, ജാവയുടെ കേസ് എടുക്കാം, ഇവർക്കെല്ലാം എന്താ പറയുക, ബിൽറ്റ് ഇൻ കൺകറൻസി, പാരലലിസം ആൻഡ് കൺകറൻസി മെക്കാനിസം ഉണ്ട്. ഷെയർഡ് വേരിയബിൾസ് ഒക്കെ നിങ്ങൾക്ക് മെമ്മറി മോഡൽ എന്ന് പറഞ്ഞ സാധനം ഉണ്ട് ഈ 3 ലാംഗ്വേജിനും. അപ്പോൾ ഒരു കൺകറന്റ് പാരലൽ ലാംഗ്വേജ് എഴുതണമെന്നുണ്ടെങ്കിൽ ഒരു മെമ്മറി മോഡൽ ആവശ്യമാണ്. എന്നാലേ ഒരു മെമ്മറി ഗ്യാരണ്ടി എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്, സോ ദാറ്റ് യു ക്യാൻ റൈറ്റ് ലോക്ക് ഫ്രീ കോഡ്. ആസ്പെക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ഈസ് ഗുഡ് ഫോർ വെർട്ടിക്കൽ മോഡലിംഗ്. എന്ന സ്ഥലത്ത് നിങ്ങൾക്ക് കുറെ ക്രോസ് കട്ടിങ് കൺസേൺസ് ഉണ്ട്, ലോഗിങ്, ബിസിനസ് റൂൾസ്, സെക്യൂരിറ്റി, അതൊക്കെ ആസ്പെക്റ്റ് ആയിട്ട് നമുക്ക് ഇൻജെക്ട് ചെയ്യാം. അപ്പോൾ ആസ്പെക്ട് J എന്നുള്ളൊരു ടൂളാണ് പോപ്പുലറായത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സ്പ്രിങ്ങിനൊക്കെ AOP സപ്പോർട്ട് ഉണ്ട്. ഇപ്പൊ ഈവൻ ബൈ യൂസിങ് C# ആട്രിബ്യൂട്ട്സ് നമുക്ക് പല ലാംഗ്വേജിലും അനോട്ടേഷൻ സപ്പോർട്ട് ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ആട്രിബ്യൂട്ട് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ആസ്പെക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞ ഇതുണ്ട്. ഇനി ഇന്ത്യൻ സ്പെസിഫിക്കേഷൻ, ഇപ്പൊ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അതിന് മുമ്പ് ഞാനൊരു കാര്യം വിട്ടുപോയി എന്ന് വെച്ചാൽ ടൈപ്പിംഗ് ഉണ്ട്, സ്റ്റാറ്റിക് ടൈപ്പിംഗ് ഉണ്ട്, ഡൈനാമിക് ടൈപ്പിംഗ് ഉണ്ട്. അത് ഒരു വേറെ ടോപ്പിക് തന്നെയാണ്, സം ഡേ വിൽ ആക്ച്വലി ഡിസ്കസ് അബൌട്ട് ഇറ്റ്. പിന്നെ ഇന്റന്റ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ ഉദ്ദേശം എന്താണ്, നിങ്ങൾക്ക് ഇന്റന്റ് സ്പെസിഫൈ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഡിക്ലറേറ്റീവ് ലാംഗ്വേജസ് ഉണ്ട്, അതായത് SQL ഒരു ഡിക്ലറേറ്റീവ് ലാംഗ്വേജാണ്, XML അതൊരു ഡിക്ലറേറ്റീവ് ലാംഗ്വേജ്, XSLT. അപ്പോൾ യു ഡിക്ലെയർ യുവർ ഇന്റന്റ്, മറ്റേ എന്താ പറയുക, ദി എൻജിൻ വിൽ ഫിഗർ ഔട്ട് ഓക്കെ how to leverage how to parse the intent and okay do the necessary computation. ഇനി പ്രൊസീജിയറൽ ഉണ്ട്. ഇപ്പൊ നമ്മള് മറ്റേ ഇപ്പൊ ക്വിക്ക് സോർട്ട് എന്ന് പറയാം, ക്വിക്ക് സോർട്ട് എന്ന് പറഞ്ഞ പേരിട്ടാൽ മാത്രം പോരാ, എങ്ങനെയാണ് സോർട്ട് ചെയ്യേണ്ടതെന്ന് കൂടി പറയണം. അപ്പോൾ മോസ്റ്റ് അൽഗോറിതമിക് ലാംഗ്വേജസ് ഫ്രം അൽഗോൾ ടു C++ എല്ലാം ഒരു എന്താ പറയുക പ്രൊസീജിയറൽ ലാംഗ്വേജ് ആണെന്ന് നമുക്ക് പറയാം. പിന്നെ അതിന്റെ പല മിക്സ്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഇനിയാണ് എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം എഞ്ചിനീയറിംഗ് ഈസ് എ സ്പേസ് ടൈം ആക്ടിവിറ്റി, സ്പേസ് ടൈം ട്രേഡ് ഓഫ് ഉള്ള ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ എഞ്ചിനീയറിംഗ് ഹാപ്പൻസ് ഇൻ സ്പേസ് ടൈം. ഓക്കെ, സോ വി ഹാവ് ടു സ്റ്റെപ്പ് ഇൻ ടു മെറ്റാഫിസിക്സ് ഇൻ ഓർഡർ ടു ടോക്ക് ബിയോണ്ട് സ്പേസ് ആൻഡ് ടൈം. പക്ഷേ സ്പേസ് ആൻഡ് ടൈം ഡയമെൻഷൻസ് അല്ല കേട്ടോ, കാരണം ഡയമെൻഷൻസ് ക്യാൻ ബി n. പക്ഷേ സ്പേസ് ആൻഡ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 സ്പേസ് ആൻഡ് ടൈം ആംഗിൾ. അങ്ങനെ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ മെഷീൻ മോഡൽസ് നോക്കുമ്പോൾ ലാംഡ കാൽക്കുലസ് ആണ് ഫങ്ഷണൽ ലാംഗ്വേജസിന്റെ മെഷീൻ മോഡൽ, ട്യൂറിംഗ് മെഷീനാണ് ഇംപെറേറ്റീവ് ലാംഗ്വേജിന്റെ മെഷീൻ മോഡൽ, പ്രെഡിക്കേറ്റ് ലോജിക് ആണ് ലോജിക് പ്രോഗ്രാമിംഗ്. പ്രെഡിക്കേറ്റ് ലോജിക്കിനെ കുറിച്ച് നമ്മൾ കൂടുതൽ സംസാരിക്കുന്നതായിരിക്കും. പിന്നെ പൈ കാൽക്കുലസ് ഉണ്ട്. പൈ കാൽക്കുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസ് ടൈം വരുമ്പോൾ അതൊരു എന്താ പറയുക പെട്രി നെറ്റ്, അത് സ്റ്റേറ്റ് ട്രാൻസിഷന് വേണ്ടിയാണ്. പൈ കാൽക്കുലസ് ആണ് വർക്ക് ഫ്ലോ എഞ്ചിൻ്റെ ഒക്കെ പുറകിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊരു കൺകറന്റ് ലാംഗ്വേജിന്റെ പുറകിലുള്ള മാത്തമാറ്റിക്കൽ ഫോർമുലിസം ആണ്. അപ്പോൾ ഈ
പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഈ 4-5 വകഭേദത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ നമുക്ക് ഇതിനെല്ലാം കൂടി ഒന്ന് യൂണിഫൈ ചെയ്യാൻ വേണ്ടി ഈ പ്രോഗ്രാമിംഗ് എന്നുള്ളൊരു സാർവലൗകിക അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ സാർവഭൗമിക ആക്ടിവിറ്റി ആയതുകൊണ്ട് അതിനെ 4 രീതിയിലുള്ള പ്രോഗ്രാമിംഗ് ആയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ സംസാരിച്ചപ്പോൾ മനസ്സിലായത്. പ്രോഗ്രാമിംഗ് ഇൻ ദ സ്മോൾ, ഇതാണ് നമ്മൾ പ്രോഗ്രാമിംഗ് എന്ന് പറയുക. കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോൾ പ്രോഗ്രാമിംഗ് ഇൻ ദ സ്മോൾ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്ന സ്ഥാനത്ത് മറ്റേ എന്താ പറയുക, വർക്ക് ഫ്ലോ സോഫ്റ്റ്വെയർ എഴുതുക നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ഥൂല തലത്തിലുള്ള ഒരു പ്രോഗ്രാമിംഗ് തന്നെയാണ്. അപ്പൊ അതിനെയാണ് പ്രോഗ്രാമിംഗ് ഇൻ ദ ലാർജ് എന്ന് പറയുന്നത്. സോ റീസെന്റ് ഐ വാസ് ഹാവിംഗ് എ ഡിസ്കഷൻ വിത്ത് എ ഗൈ ഓൺ പ്രൊഡക്റ്റ് എഞ്ചിനീയറിംഗ്. നോക്കിക്കഴിഞ്ഞപ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ ദാറ്റ് ഈസ് ആൾസോ it encompasses programming in the small, programming in the large, and as well as lot of other logical activities which is akin to higher level algorithms. അപ്പോൾ അതുകൊണ്ടാണ് പ്രോഗ്രാമിംഗ് ഇൻ ദ ഹ്യൂജ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് എഞ്ചിനീയറിംഗ് ആണ്. അതായത് പിന്നെ ലാസ്റ്റ് ഈ അങ്ങനെ നോക്കുകയാണെങ്കിൽ സൊസൈറ്റി തന്നെ പ്രോഗ്രാംഡ് ആണെന്ന് അലൻ പെർലിസ് സ്ട്രക്ചർ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് പറയുന്നുണ്ട്. സോവിയറ്റ് യൂണിയനാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മളിന്ന് ജീവിക്കുന്നത് ഡെമോക്രാറ്റിക് സെറ്റപ്പിലാണ്. പക്ഷെ അതിന്റെ പുറകില് ഒരു സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറഞ്ഞ ഒരു ജോൺ റോസ എന്ന് പറഞ്ഞ പുള്ളിയാണ് അതിന് ഐഡിയ. അതായത് എവറി ഇൻഡിവിജ്വൽ വിൽ ട്രേഡ് സം ഓഫ് ഹിസ് പേഴ്സണൽ ലിബർട്ടീസ് വിത്ത് ദ സ്റ്റേറ്റ് ടു ഗെറ്റ് പ്രൊട്ടക്ഷൻ, റോഡ്സ്, ഹെൽത്ത് ബെനിഫിറ്റ്സ് ആൻഡ് ദോസ് കൈൻഡ് ഓഫ് തിങ്. അപ്പോൾ അതാണ് സോഷ്യൽ കോൺട്രാക്ട്. അപ്പോൾ ബ്ലോക്ക് ചെയിൻ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ സ്മാർട്ട് കോൺട്രാക്ട് ഉണ്ട്. ഇപ്പൊ സോഷ്യൽ കോൺട്രാക്ട്സും സ്മാർട്ട് കോൺട്രാക്ട്സും തമ്മിലുള്ള എങ്ങനെ നമുക്ക് ഗവേണൻസ് സ്മാർട്ട് കോൺട്രാക്റ്റിലൂടെ ചെയ്യാം, ഡിജിറ്റൽ വോട്ടിംഗ്, അങ്ങനത്തെ ഒരു എന്താ പറയാ, അതുവഴി സോഷ്യൽ ഇപ്പൊ പബ്ലിക് പോളിസി പ്രാക്ടീസ് പോലും ഒരു തരം എന്താ പറയാ പ്രോഗ്രാമിംഗ് തന്നെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഇപ്പൊ നമ്മൾ ഒരു ബോട്ടം അപ്പ് ലെവൽ, ഈ ഡോക്യുമെന്റിലെ ബോട്ടം അപ്പ് ലെവലിൽ നോക്കുമ്പോൾ പ്രോഗ്രാമിംഗ് ഇപ്പൊ നിങ്ങൾ ഗവർണൻസ്, പബ്ലിക് പോളിസി പ്രാക്ടീസ്, കംപ്ലയൻസ്, ഇതിനെ ഈ ഒരു കണ്ണിലൂടെ നിങ്ങൾ പ്രൊഡക്ട്സ് സർവീസസ് ആൻഡ് അപ്ലിക്കേഷൻസ് കാണാം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലെ പല പ്രോസസ്സുകൾ കാണും. അത് വർക്ക് ഫ്ലോസ് ആയിട്ട് ഓർഗനൈസ് ചെയ്യുന്നു. വർക്ക് ഫ്ലോന്റെ ആക്ഷൻ മിക്കവാറും ഒരു പ്രോഗ്രാമിംഗ് ടാസ്ക് ആയിരിക്കും. അപ്പോൾ ഒരു 4 ലെയർ പ്രോഗ്രാമിംഗ് അപ്രോച്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1000 അല്ല 10,000 ലാംഗ്വേജ് പഠിക്കാമെന്നാണ് മറ്റേ എന്താ പറയുക, എനിക്ക് പേഴ്സണലി എനിക്ക് മുന്നോട്ട് വയ്ക്കാൻ നോക്കുന്നത്. അപ്പൊ ഇതൊരു ഇന്ററാക്റ്റീവ് ഡിസ്കഷൻ ആയാലേ ഇതിന്റെ ന്യൂവാൻസസ് ഒക്കെ പുറത്തേക്ക് വരുള്ളൂ. സോ ഐ ആം നോട്ട് എന്താ പറയുക, വിതൗട്ട് മച്ച് ഫർദർ അഡു ഓക്കെ അഡു എന്നാണ് ഞാൻ അഡോ എന്നാ പറയുന്നത്. ഓക്കെ, നൗ ഫ്ലോർ ഈസ് ഓപ്പൺ ഫോർ ഡിസ്കഷൻ. ചെറുതെ അപ്പം നമ്മൾ എങ്ങനെ ചർച്ച ഉണ്ടാവാനാണ് അത് ഇപ്പൊ എന്തെങ്കിലും നമുക്ക് അങ്ങനെ ഒരു അജണ്ടയൊന്നും ഇല്ലല്ലോ. അതെ അതെ. ലാല എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? എനിക്ക് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഈ പറഞ്ഞ പോലെ, അതായത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് അറിയാമെന്ന് വിചാരിച്ചോ, അങ്ങനെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാക്കി ഒബ്ജക്റ്റ് ഓറിയന്റഡ് ലാംഗ്വേജസ് അറിയാമെന്ന് പറയുന്നതിൽ വലിയൊരു പ്രശ്നമില്ലല്ലോ. അതിന്റെ ചെറിയൊരു ഈ പറഞ്ഞ കീവേഡ്സിന്റെ വ്യത്യാസവും കോഡ് എഴുതുന്ന രീതിയിലുള്ള വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷെ ചെയ്ത് നോക്കിയിട്ടേ അറിയാൻ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റില്ലല്ലോ, റിവ്യൂ ചെയ്യാനൊക്കെ പറ്റുമല്ലോ. ഒബ്ജക്റ്റ് ഓറിയന്റേഷൻ ഒരു ഓർത്തോഗണൽ തിങ് ആണ്. ബാക്കി പാരഡിംസ് ആണ് അവിടെ ഡോമിനന്റ്. പ്രോഗ്രാമിംഗ് എല്ലാവരായിട്ടും വർക്ക് ചെയ്യുന്നതാണ് പറയുന്നത്. പക്ഷെ ശരത്തെ, ബിഫോർ വി കണ്ടിന്യൂ ഫർദർ, ലാലിസ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനോടൊരു മറുവാദം ഉണ്ട്. അതായത് 3 തരം ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ഉണ്ട്. അതായത് ഈ ക്ലാസ് ഓർ ടൈപ്പ് ബേസ്ഡ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്, നമ്മുടെ സാധാരണ ജാവയിലും ഇതിൽ കാണുന്ന ക്ലാസ് ബേസ്ഡ് ലൂപ്പ്. പിന്നെ ജാവാസ്ക്രിപ്റ്റിലും സെൽഫ് അങ്ങനത്തെ ലാംഗ്വേജിൽ അല്ലെങ്കിൽ സി ഷാർപ്പിലെ ഡൈനാമിക് കീവേഡ് എക്സ്പാൻഡ് ഒബ്ജക്റ്റ് ആയിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രോട്ടോടൈപ്പ് ഊപ്പ് ഉണ്ട്. പിന്നെ മറ്റേ ഈ
അക്കയുടെ പുറകിലുള്ള അങ്ങനെ ആക്ടർ മോഡലുണ്ട്. Actor. അപ്പോ അത് മൂന്നും ഇൻഡിപെൻഡന്റ് ആയിട്ട് അറിഞ്ഞാലല്ലേ നമുക്ക് ഊപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ നിങ്ങളിപ്പോ സ്റ്റാറ്റിക്കലി ടൈപ്ഡ് ഊപ്പിൽ നിന്ന് ആസ്പെക്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? അല്ല, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഞാനൊരു സിമിലർ കാറ്റഗറി എന്നുള്ള രീതിയിൽ. അപ്പൊ C# അറിയാമെങ്കിൽ ജാവ അറിയാം എന്ന് പറയണതും, ജാവ ചെയ്യാൻ പറ്റും എന്ന് പറയണതും, ജാവ അറിയാമെങ്കിൽ C# ചെയ്യാൻ പറ്റും എന്ന് പറയണതും വലിയൊരു വ്യത്യാസമുള്ള സംഭവമല്ലല്ലോ. അല്ല, അതാണ് ആ ഫാമിലി പറയുന്നത്. അതായത് രണ്ടും ഇമ്പറേറ്റീവ് ലാംഗ്വേജ് ആയതുകൊണ്ടും, രണ്ടും വെർച്വൽ മെഷീൻ ലാംഗ്വേജ് ആയതുകൊണ്ടും, രണ്ടും സ്റ്റാറ്റിക്കലി ടൈപ്ഡ് ലാംഗ്വേജ് ആയതുകൊണ്ടും, രണ്ടിന്റെയും പർപ്പസ് ഒന്നായതുകൊണ്ടും, ഇവരൊരു ഒരേ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് ഉണ്ടായതുകൊണ്ട് വളരെയേറെ സിമിലാരിറ്റീസ് എന്താ പറയാ ഒരു പ്രാക്ടിക്കൽ ലെവലിലുണ്ട്. പക്ഷെ ഡീപ് ഡൗൺ നമ്മൾ ഡിസ്കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ there are nuances. ബട്ട് പ്രാക്ടിക്കലി അപ്പൊ നിങ്ങൾ പറയുന്ന ചിലപ്പോ ഓക്കെ. അപ്പൊ നിങ്ങൾ എന്താണ് ഞാൻ ഉദ്ദേശിച്ച പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു ലാംഗ്വേജ് നന്നായിട്ട് അറിയാവുന്ന ആളാണെങ്കിൽ അയാൾക്ക് വേറൊരു ലാംഗ്വേജിന്റെ കോഡ് റിവ്യൂവർ എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യാമല്ലോ. വർക്ക് ചെയ്യാന്നല്ല, മീൻസ് അയാൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ, ഒരു കോഡ് റിവ്യൂ ചെയ്യാൻ പറ്റുമല്ലോ. ഒരു ആൾക്കത് ഇമ്പറേറ്റീവ് പഠിക്കണമെന്നില്ല. ലാംഗ്വേജിലുള്ള ആൾക്ക് വേറെ ഇമ്പറേറ്റീവ് ലാംഗ്വേജ് ചെയ്യാൻ പറ്റും. പക്ഷെ അയാള് ഫങ്ഷണൽ ലോജിക്കില് ഒക്കെ ചെയ്യാൻ പറ്റുമോ? പറ്റൂല. എനിക്കറിയില്ല ഫങ്ഷണൽ. ഞാൻ പറ്റില്ല അറിയില്ല. പറ്റില്ല. അതായത് പറ്റില്ല എന്നല്ല, ഈ കമ്പനികളിലൊക്കെ നടക്കുന്നുണ്ട്. പറ്റും, കറക്റ്റ് ആയിരിക്കില്ല. റിവ്യൂ എടുക്കുന്ന കറക്റ്റ്. ഏഹ് റിവ്യൂ എന്ന് പറയുന്നേക്കാളും ഡിസൈൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. കൺസീവ് ചെയ്യാൻ പറ്റുമോ പുള്ളിക്ക്? ഫങ്ഷണൽ ഡിസൈൻ ശരത്തെ അത് തന്നെ ഫാർ ഫെച്ച്ഡ് ആണ്. കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് ആദ്യം ചോദിക്കും. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ ലിങ്ക് ലാംഗ്വേജ് ഇന്റഗ്രേറ്റഡ് ക്വയറി എവറി C# ഡെവലപ്പർ ഉപയോഗിക്കുന്ന സാധനം. ഈ ലിങ്കിന്റെ മറ്റേ എന്താ പറയാ ഫങ്ഷണൽ ആൻഡ് ലോജിക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. കാരണം ലിങ്കില് ഒരു ഇംപ്ലിമെന്റേഷൻ തലത്തില് ഒരു ലോജിക് മറ്റേ കേർണലും ഫങ്ഷണൽ കേർണലും ഉണ്ട് ഇല്ലേ? അതിൽ മ്യൂട്ടേഷനും പറ്റും. ഓക്കെ. അപ്പോ ഇമ്പറേറ്റീവ് ഫങ്ഷണൽ ലോജിക്കും കൂടി ചേർന്ന് ഒരു യുണീക് ബീസ്റ്റ് ആണല്ലോ ലാംഗ്വേജ് ഇന്റഗ്രേറ്റഡ് ക്വയറി ലിങ്ക്. അപ്പോ മറ്റു ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ സിന്റാക്സ് ഒക്കെ പറഞ്ഞ് അതിനോട് അടുത്ത് കിടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ജാവയുടെ സ്ട്രീംസ് ഒക്കെ ലിങ്ക് തന്നെ പറയാൻ വേണമെങ്കിൽ, അതായത് ലാംഡ ലെവലില്. അപ്പോ അത് കോഡ് പാറ്റേൺ വെച്ചിട്ട് അത് ചെയ്യുന്നതല്ലാതെ അതിനെക്കുറിച്ച് ആൾക്കാർ റീസൺ ചെയ്തില്ലെങ്കിൽ എങ്ങനെയാണ് ഈ നല്ല ലിങ്ക് ക്വയറി എഴുതാന്നുള്ളതല്ല, എങ്ങനെയാണ് ലിങ്കിന് വേണ്ടി ഈ ലിങ്കിന്റെ ഗുണം എന്താണ്? നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സസിനെ ലിങ്ക് ഫ്രണ്ട്ലി ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ഫങ്ഷൻസ് ഫ്രീ ആയിട്ട് കിട്ടും. ശരിയല്ലേ? ഓപ്പറേറ്റേഴ്സ്. അങ്ങനെ ചെയ്യാൻ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്, എത്ര പേര് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ചോദ്യം. കുറവായിരിക്കും. ആ C# പോയിന്റ് ഓഫ് വ്യൂ ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായില്ലേ? കാരണം ലിങ്കിന്റെ ഇപ്പൊ ഞാൻ എന്റെ പുസ്തകത്തിൽ എഴുതിയ മാതിരി 4 മേജർ ഫീച്ചർ C#3 ലിങ്ക് വന്നത്. അതില് വാർ, അതായത് ടൈപ്പ് അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലാംഡ വേറെ ക്ലോസ് കൊടുക്കാൻ, പിന്നെ മറ്റേ ഇത് എക്സ്റ്റൻഷൻ മെത്തേഡ്, അതായത് നെസ്റ്റിംഗ് ഒഴിവാക്കാൻ, ഡോട്ട്സ് ഇൻഡെക്സ് ഇത് ചെയ്യാൻ വേണ്ടി, പിന്നെ മറ്റേ എന്താ പറയാ ഈ അനോണിമസ് ടൈപ്പ്, പിന്നെ ടൈപ്പ് ഇൻഫറൻസ്. ഈ 4 ഫീച്ചേഴ്സും കൂടി ചേർത്ത് വായിച്ചാലേ, അതും SQLന്റെ ഇന്റേണൽസ് റിലേഷണൽ ആൾജിബ്രയെ കുറിച്ച് ഏകദേശം ധാരണ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നന്നായി കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ വാദം. മനസ്സിലായില്ലേ? അങ്ങനെയല്ല, ഈ 1000 ലാംഗ്വേജസ് പഠിക്കാൻ പറ്റുന്ന ആ തലത്തിലോട്ട് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ലിങ്ക് ഒരു ഡിക്ലറേറ്റീവ് ലാംഗ്വേജ് വിത്തിൻ ആൻ ഇമ്പറേറ്റീവ് ലാംഗ്വേജ് ആണ്. അല്ലെങ്കിൽ ഇമ്പറേറ്റീവ് എന്ന് പറഞ്ഞാൽ മൾട്ടി പാരാഡിം എന്ന് പറയാം. കാരണം അതിൽ ഫങ്ഷണലും ഉണ്ട്, ലോജിക്ക് ഹിഡൻ ആയിട്ടുണ്ട്, മോഡുലാർ പ്രോഗ്രാമിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. നിങ്ങൾക്ക് ഡൈനാമിക് പ്രോഗ്രാമിംഗും ഉണ്ട്. ഡൈനാമിക് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ അൽഗോറിതമിക് സെൻസിലല്ല, ഡൈനാമിക്കലി ടൈപ്ഡ് പ്രോഗ്രാമിംഗ് ഉണ്ട് C#4.
അപ്പോ ഉം. ഈ എന്താ പറയാ, അങ്ങനെ ഒരു മൾട്ടി പാരാഡിം ലാംഗ്വേജിന്റെ ഉള്ളിൽ ഒരു ഡിക്ലറേറ്റീവ് ലാംഗ്വേജ് ആണ് എന്ത് ലിങ്ക്. അപ്പൊ ഞാൻ അതിനെ പലപ്പോഴും പറയാറെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോർഡ് പ്രൊസീജിയറിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് TSQL അല്ലെങ്കിൽ PLSQL എന്താണ്, ഒരു ഡിക്ലറേറ്റീവ് ലാംഗ്വേജ് ആയിട്ടുള്ള SQL ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു ഇമ്പറേറ്റീവ് ലാംഗ്വേജ് ആണ് PLSQL, TSQL അല്ലെങ്കിൽ പോസ്റ്റ്ഗ്രസിന്റെ ഒക്കെ ലാംഗ്വേജ് ഡയലക്ട്. എന്ന സ്ഥാനത്ത് ഈ ലിങ്കിന്റെ ഒരു യൂണിക്നെസ് എന്താണെന്ന് വെച്ചാൽ ഒരു ഡിക്ലറേറ്റീവ് ലാംഗ്വേജ് ഈസ് എംബഡഡ് ഇൻ എ പ്രൊസീജിയറൽ ലാംഗ്വേജ്. ഒരു കുഴപ്പം മാത്രമേ അവിടെ കണ്ടുള്ളൂ, SQL ഉപയോഗിച്ചവന് ഫ്രം ആദ്യം കൊടുക്കേണ്ടി വരുമെന്നുള്ളൊരു ഐറണി. അത് ആ മറ്റേ C# ഇൻട്രോപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി അവർ ചെയ്തതാണ്. ഞാൻ പറഞ്ഞ വെച്ചാല് അപ്പൊ ആ രീതിയിലോട്ടുള്ള ഡിസ്കഷൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് മാത്രമല്ല ഡിസൈനിലും ആർക്കിടെക്ചറിലൊക്കെ നല്ല ബെനിഫിറ്റ് ഉണ്ടാവുന്നതാണ് ഇപ്പൊ ഈ 1000 ലാംഗ്വേജസ് എന്ന് പറഞ്ഞ രീതിയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അപ്പൊ ബോട്ടം ലൈൻ എന്താന്ന് വെച്ചാല് ഒരു ലാംഗ്വേജ് പഠിച്ചാൽ വേറെ ലാംഗ്വേജ് പഠിക്കാൻ പറ്റും എന്നുള്ളത് മോസ്റ്റ്ലി ശരിയാണ്. പക്ഷെ എങ്കിലും പ്രായോഗിക തലത്തില് ഒരു ഇഡിയോമാറ്റിക് യൂസേജ് ഓഫ് ലാംഗ്വേജ്, അല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജിൽ നിന്ന് നമ്മൾ സെക്കൻഡ് ലാംഗ്വേജിലോട്ട് പോകുമ്പോൾ സെക്കൻഡ് ലാംഗ്വേജിന്റെ കമ്മ്യൂണിറ്റിയുടെ ഇഡിയംസും പ്രാക്ടീസസും എവല്യൂഷനായിട്ട് മാപ്പ് ചെയ്തുകൊണ്ട് അത് ചെയ്യാൻ പറ്റുമെന്നാണ് എന്റെ ചോദ്യം. അല്ലേ? അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് പറ്റിയിരുന്ന പ്രശ്നമുണ്ട് ആദ്യം ചെറുപ്പത്തിലെ. ഞാൻ ക്ലിപ്പർ എന്നുള്ള ലാംഗ്വേജിലാണ് തുടങ്ങിയത്. ആ നോളജും കൊണ്ട് സി പോയി, സിയുടെ നോളജും കൊണ്ട് C++ പോകും. ആക്ച്വലി ഞാൻ C++ന്റെ C സ്റ്റൈൽ കോഡ് എഴുതും. ഇനിയിപ്പോ ജാവ പോകുമ്പോൾ C++ സ്റ്റൈൽ കോഡ് എഴുതും. ഓക്കെ, അപ്പൊ ഞാൻ അതിനെ സ്ലീപ്പ് വാക്കിംഗ് എന്നാണ് വിളിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഈ എല്ലാ ലാംഗ്വേജും സിമിലർ ആണെന്നുള്ള ആ അപ്രോച്ച് തന്നെയാണ് 1000 പ്രോഗ്രാം എല്ലാ ലാംഗ്വേജും സിമിലർ ആണോ എന്ന് വെച്ചാൽ ഒരു മൾട്ടി ലിംഗ്വൽ പെർസ്പെക്റ്റീവില് ശരിയാണ്, പക്ഷെ ഒരു പോളിഗ്ലോട്ട് പോയിന്റ് ഓഫ് വ്യൂല് ശരിയല്ല. മനസ്സിലായില്ലേ? അപ്പൊ വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. ഒരാള് തമിഴ്നാട്ടിൽ പോയി 3 കൊല്ലം ജീവിച്ചു, കർണാടകയിൽ പോയി 2 കൊല്ലം ജീവിച്ചു, മഹാരാഷ്ട്രയിൽ പോയി 3 കൊല്ലം ജീവിച്ചു, ആന്ധ്രയിൽ പോയി 4 കൊല്ലം ജീവിച്ചെങ്കിൽ അയാൾ ഈ ലാംഗ്വേജിലെല്ലാം സംസാരിക്കും. പക്ഷെ അയാൾക്ക് അവിടുത്തെ ഒരു തെലുഗു കവിത എടുത്തിട്ട് മലയാളം പ്രോസാക്കാൻ പറ്റൂ. ആ ലെവലിലോട്ട് നമ്മൾ ചിന്ത കൊണ്ടുപോകാനാണ് ഈ എന്താ പറയാ ഈ സെഷൻ. മനസ്സിലായോ? അതായത് എങ്ങനെ ലാംഗ്വേജുകൾ തമ്മിലുള്ള സമാനതകളും അവര് തമ്മിലുള്ള വ്യതിയാനങ്ങളും ഒരു ഏകീകൃത ചക്ഷുസ് അല്ലെങ്കിൽ ലെൻസിലൂടെ കാണുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. അപ്പൊ ആ പെർസ്പെക്റ്റീവില് ഈവൻ ദോ പ്രാഗ്മാറ്റിക് ലെവലില് what you said is right. Okay, if you learn one imperative language, you can do another imperative language as long as ഈ മൊഡ്യൂൾ സിസ്റ്റം, ജനറിക് പ്രോഗ്രാമിംഗ്, ഒബ്ജക്റ്റ് ഒക്കെ സിമിലർ ആണെങ്കിൽ ഷുവർ ആയിട്ട്. പക്ഷേ അങ്ങനെയാണെങ്കിൽ വി ആർ മിസ്സിംഗ് ദ പോയിന്റ് ഓഫ് ആക്ച്വലി ലേണിംഗ് ദ 1000 ലാംഗ്വേജസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയാ, ഈ പാരാഡിംസ് പഠിച്ചു കഴിഞ്ഞാൽ ഗുണം എന്താ വെച്ചാൽ എല്ലാ ലാംഗ്വേജസും പാരാഡിംസ് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോ 6-7 പാരാഡിംസ് ഉള്ളൂ അല്ലേ? അപ്പൊ 1000 ലാംഗ്വേജ് പഠിച്ചുകൂടെ? അല്ലെങ്കിൽ 1000 എന്താ പറയാ, ഇത് അടയ്ക്കാമരം തെങ്ങ് കയറണ മതിയാവും. അതായത് അല്ല, തെങ്ങ് അടയ്ക്കാമരത്തിൽ നമ്മൾ തെങ്ങ് കയറണ മതി അറിയാൻ പറ്റും. ഓരോ ലാംഗ്വേജും ഇൻഡിപെൻഡന്റ് ആയിട്ട് കാണൂലേ? അപ്പൊ ആ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ആ ക്വസ്റ്റ്യൻ നമ്മൾ ഓക്കെ, അതായത് പ്രാഗ്മാറ്റിക് ലെവലിൽ വാട്ട് യു സെഡ് ഇസ് കറക്റ്റ്, ബട്ട് ദർ ആർ മോർ പോസിബിലിറ്റീസ് എന്നാണ് എന്റെ വാദം. മനസ്സിലായില്ലേ? അപ്പൊ ലിങ്കിന്റെ തന്നെ പ്രൊവൈഡർ എഴുതാൻ പഠിക്കുക. ഇനി അല്ലെങ്കിൽ ഐഎന്യൂമറേറ്റർ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഹൺഡ്രഡ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ഫ്രീ കിട്ടുക. അപ്പോൾ നിങ്ങളുടെ ഡാറ്റ സോഴ്സിനെ ഒരു പ്രത്യേക രീതിയിൽ എഴുതി കഴിഞ്ഞാൽ, ഇപ്പൊ ജനറേറ്റേഴ്സ്, ഐട്രേറ്റേഴ്സ്, IEEE ഒക്കെ ആയിട്ട് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ലിങ്ക് സപ്പോർട്ട് കൊടുക്കാൻ പറ്റും. മൈക്രോസോഫ്റ്റ് റോസ്ലിനിലാണ് ചെയ്തത്. റോസ്ലിന് അവർക്കൊരു കോമ്പോസിറ്റ് വിസിറ്റർ API ഉണ്ട്, ഒരു മറ്റേ എന്താ പറയാ കോമ്പണന്റ് API ഉണ്ട്.
അത് മാത്രമല്ല അവർക്കൊരു ലിങ്ക് ഇന്റർഫേസ് ടു റോസ്ലിൻ ഡാറ്റാബേസ് ഉണ്ട് താനും. വേറെ ടോപ്പിക് എന്താണ്? അല്ല ഇതിൽ തന്നെ ഇപ്പോൾ കോഡ് റിവ്യൂവിൻ്റെ കേസ് പറഞ്ഞില്ലല്ലോ അല്ല, അപ്പോൾ അവിടെ ഒരു അസംഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജാവ C# ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാൾക്ക് C++ൽ പോയിട്ട് കോഡ് റിവ്യൂ ചെയ്യാനും പറ്റില്ല. കാരണം അവിടുത്തെ പ്രോഗ്രാമിങ്, അതായത് കമ്പ്യൂട്ടേഷണൽ ഇൻറ്റൻറ്റ് തന്നെ ഡിഫറെൻ്റാണ്. ആ പ്രോബ്ലം വരും. അതായത് ഇവൻ ഇഫ് സെയിം പാരഡിം ആണെങ്കിലും അല്ല അത് ഭയങ്കര അല്ല. സി അത് ഏറ്റവും കൂടുതൽ വന്ന കമ്പനിയാണ് സ്റ്റഡാറ്റ. അതായത് ഇപ്പൊ ജാവ C# ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുമ്പോ മെയിൻ പ്രശ്നം എന്ന് വെച്ചാല് അതിൽ തന്നെ നമ്മൾ രണ്ടുപേരും ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ADO.NET എൻറ്റിറ്റി ഫ്രെയിംവർക്ക് എഴുതുന്ന ആൾക്കാരുണ്ടല്ലോ അല്ലെ, അവരുപയോഗിക്കുന്ന C# ആണോ ADO.NET എൻറ്റിറ്റി ഫ്രെയിംവർക്ക് ഉപയോഗിക്കുന്നവര് ചെയ്യുന്നത്? അപ്പൊ C++ല് ഈ ലൈബ്രറി ഡിസൈനും മറ്റേ സെർവർ ക്ലാസ് സോഫ്റ്റ്വെയർ എഴുതലും പ്രൊവൈഡർ ക്ലാസ് എഴുതുന്നതായതുകൊണ്ട് ഒരു എളുപ്പമല്ല മറ്റേ ഒരു ജാവ C# വന്നിട്ട് ശരത്ത് പറഞ്ഞ മതി. മനസ്സിലായ? ഇന്റന്റ് വേറെയാ. സി ഇപ്പൊ എന്തോ ചെയ്യുന്ന വെച്ചാല് എനിക്ക് വരച്ചിട്ട് ഒരു പുള്ളി മറ്റേ എന്താ പറയാ ജാവ C# ആൻഡ് ജാവ സ്ക്രിപ്റ്റിലൊക്കെ നന്നായി ചെയ്യും. പുള്ളി C++ പഠിച്ചു. അപ്പോൾ മോഡേൺ C++ ഒക്കെ പെട്ടെന്ന് പഠിച്ചു കഴിഞ്ഞപ്പോ ഈ എന്താ പറയാ 3 ആഴ്ച കൊണ്ട് C++ലെ മാസ്റ്റർ ആയെന്ന് വിചാരിച്ചു. അപ്പൊ എല്ലാവരും പറഞ്ഞപ്പോ ഞാനും വിചാരിച്ച ആയെന്ന്. പിന്നെ ഞാൻ കുറെ ഒബ്സർവ് ചെയ്തപ്പോ ഞാൻ പറയുന്ന ഡിസൈൻ ഒന്നും എനിക്ക് കോഡായിട്ട് കിട്ടുന്നില്ല ശരത്തെ. അപ്പൊ അപ്പോഴാണ് ഞാൻ കണ്ടുപിടിച്ചത് കോഡ് ആർക്കിടൈപ്പ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടെന്ന്. പിന്നെ പലചരക്കുകളുടെ സോഫ്റ്റ്വെയർ എഴുതുന്ന മാതിരിയല്ലല്ലോ ഒരു ഡാറ്റാബേസ് എഞ്ചിൻ എഴുതുന്നതോ ഒരു പ്രോക്സി എഴുതുന്നത് അല്ലേ. അപ്പോ ഈ C# സിസ്റ്റം പ്രോഗ്രാമർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അല്ലെങ്കിൽ C# ലൈബ്രറി ഡിസൈനർ. ആ ഗ്രാവിറ്റിയിലാണ് മറ്റേ എന്താ പറയുക ഇപ്പൊ ഗ്രാൽ VM എഴുതിയേക്കണത് ജാവയിലാണ്. അതെനിക്ക് ഉറപ്പാണ് ആ അറിയുന്ന ആൾക്ക് മിക്കവാറും C++ അറിഞ്ഞിരിക്കും. മനസ്സിലായില്ലേ? കാരണം C++ൽ നാച്ചുറൽ ആയിട്ട് കൊടുക്കുന്ന സാധനം ബൈറ്റ് അറേയിലോട്ടൊക്കെ സ്റ്റഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി എ സംബഡി വാസ് ഫിഡിൽ വിത്ത് ദ സിസ്റ്റം ഫോർ എ ലോങ് ടൈം. അപ്പോ ഈ ജാവ C# അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഒരു പരിധി വരെ മറ്റേ റിവ്യൂവർ ആയിട്ട് കയറാം. ഓൺലി പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കമ്മ്യൂണിറ്റി ബാക്കിങ്ങിന്റെ അഡ്വാൻറ്റേജ് പോകും റിവ്യൂല്. പക്ഷെ C++ വരുമ്പോ ശരത്ത് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഒരു കുഴപ്പം എന്താ വെച്ചാല് C# C++ കുറച്ചും കൂടി ഒന്ന് C ലാംഗ്വേജിന്റെ മുകളിലാണ് എഴുതിയത്. അത് വളരെ ലോ ലെവല. ഇനി അതിന്റെ മുകളില് ഒരു 40 years ഓഫ് എവല്യൂഷൻ എന്തായാലും ഉണ്ട്. ഈ 40 years ഓഫ് എവല്യൂഷനില് ഈ ലാംഗ്വേജ് ഫീച്ചേഴ്സ് ആഡ് ചെയ്ത് ഒരു എന്താ പറയാ സ്റ്റഡിയിങ് C++ has become a എന്താ പറയാ എ ഫുൾ ടൈം എന്റർപ്രൈസ്. അല്ലെങ്കിൽ കരിയർ C++ പ്രോഗ്രാമർക്ക് ഇപ്പൊ C++ പഠിക്കാനുള്ള മോട്ടിവേഷൻ ഉണ്ട്. അവിടെ ആ ഒരു വ്യത്യാസമുണ്ട് ശരത്ത് ഹൈലൈറ്റ് ചെയ്ത കാര്യം. ശരത്തെ ഈ വർക്ക് ഫ്ലോ പ്രോഗ്രാമിംഗ് തന്നെയാണെന്നുള്ള മോഡൽ ലാലിൻ്റെ അടുത്ത് ഓൾറെഡി ഉണ്ടോ? വർക്ക് ഫ്ലോ പ്രോഗ്രാമിംഗ് വർക്ക് ഫ്ലോ ഒരു പ്രോഗ്രാമിംഗ് തന്നെയാണെന്നുള്ള പ്രോഗ്രാമിംഗ് ഇൻ ദ ലാർജോ പ്രോഗ്രാമിംഗ് അറ്റ് ദ ലാർജോ ഈ പദം കേട്ടോ? അതെ അതെ. വർക്ക് ഫ്ലോ ഞാനിപ്പോ ചെയ്യുന്നുണ്ട്. ഒരു വർക്ക് ഫ്ലോ എഞ്ചിൻ ചെയ്യുന്നുണ്ട്. എഞ്ചിനല്ല, എഞ്ചിനില് ഞങ്ങളുടെ വർക്ക് അത് കണക്ട് ചെയ്താണ്.
അപ്പൊ അത് പ്രോഗ്രാം ചെയ്യണ കാര്യമില്ല. ഈ ഉം. നിങ്ങൾ എഴുതുന്ന കോഡ് പ്രോഗ്രാമബിൾ ആക്കണ എങ്ങനെയാ? ഞാൻ എഴുതുന്ന കോഡ് പ്രോഗ്രാമബിൾ ആക്കണത് അങ്ങനെയല്ല, ഇപ്പൊ തൽക്കാലം ആ. കമുണ്ട, മറ്റേ ഈ JBPM അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ടൂളൊക്കെ ഇല്ലേ, അതൊന്നും ഇല്ലാന്ന് വെച്ചോ. ആ, എനിക്കറിയില്ല ഒന്നും. അല്ല, പറഞ്ഞത് വർക്ക് ഫ്ലോ എന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അതിന്റെ ഒരു ലോജിക്കൽ മോഡൽ എന്താണെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് അതിന്റെ പ്രോഗ്രാമിംഗ് ഇൻ ദ ലാർജ് എന്നുള്ള ഡിസ്കഷനിലോട്ട് കയറാനാണ്? അതായത് ഇപ്പൊ നോർമൽ പ്രോഗ്രാമിംഗ് നമ്മ എന്താ പറയാ, നമ്മ എന്തെങ്കിലും ചെയ്യാനാണല്ലോ ശ്രമിക്കുന്നത്, എന്തെങ്കിലും ഒരു പ്രോസസ്സാണല്ലോ അവിടെ നടക്കുന്നത്. ഉം. ആ പ്രോസസ്സിന്റെ ഒരു ഹയർ ലെവലാണല്ലോ വർക്ക് ഫ്ലോയിൽ നടക്കുന്നത്. പ്രോസസ് ഓട്ടോമേഷൻ അതെങ്ങനെ, അതിനെന്തിനാ പ്രോഗ്രാമിംഗ് ഇൻ ദ ലാർജ് എന്ന് വിളിക്കണേ? കഴിഞ്ഞാല് നമുക്ക് ഇത് എന്താ പറയാ, ഒരു പ്രോഗ്രാമിംഗ് സെറ്റപ്പ് ഉണ്ടാക്കിയിടാം വേണമെങ്കിൽ. അതായത് എന്താ പറയാ, നമ്മുടെ ആ ഒരു സ്പെസിഫിക് വർക്ക് ഫ്ലോ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ശരിക്കും DSL പോലെ വർക്ക് ചെയ്യും. നമുക്കൊരു അല്ലല്ല, വർക്ക് ഫ്ലോനെ എന്തിലോട്ടാ ലോവർ ചെയ്യണേ എന്നുള്ളതായിരിക്കണം നമ്മുടെ ഡിസ്കഷൻ. നിങ്ങൾ ഒരു പ്രോസസ് ഡെഫിനിഷൻ ലാംഗ്വേജ് ആണ് എഴുതണേ. അതായത് ഡു ഇഫ് ദിസ് കണ്ടീഷൻ ഡു ദിസ്, അത് കഴിഞ്ഞിട്ട് അതിന്റെ റിസൾട്ട് നോക്കിയിട്ട് ട്രൂ ആണെങ്കിൽ വേറെ സ്ഥലത്തേക്ക് പോവാം, ഫോൾസ് ആണെങ്കിൽ ഇങ്ങനെ പോവാം. ഇനി ചിലപ്പോ NW ബ്രാഞ്ച് ഉണ്ടെങ്കിൽ സ്വിച്ച് നോഡ് ഉണ്ടാവും. അപ്പൊ അവിടെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് പ്രോഗ്രാമിംഗിന്റെ ലാർജ് എന്ന് പറഞ്ഞാൽ പ്രോസസ് ഡെഫിനിഷൻ ലാംഗ്വേജ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പ്രോഗ്രാമിംഗ് ലാംഗ്വേജും പ്രോസസ് ഡെഫിനിഷൻ ലാംഗ്വേജും ലോവർ ചെയ്യുന്നത് ഒരു AST-ലോട്ടാണ്. ആ AST അബ്സ്ട്രാക്ട് സിന്റാക്സ് ട്രീയുടെ ഉള്ളില് ആക്ഷൻസ് ഉണ്ട് ഓരോ നോഡിലും. ആ നോഡിന്റെ കറസ്പോണ്ടിങ് അത് വർക്ക് ഫ്ലോ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഓരോ നോഡും അതിന്റെ കറസ്പോണ്ടിങ് ആക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് പ്രോഗ്രാമിംഗ് ഇൻ ദ ലാർജ് എന്ന് പറയുന്നത് എന്റെ വാദം. ചെറുതിനെ ടേക്ക് എന്താ? അതെ അതെ, അല്ല എൻ്റെ ടേക്ക് എന്ന് വെച്ചാൽ അതായത് സെയിം സെമാൻറ്റിക് സ്ട്രക്ചേഴ്സ് തന്നെയാണ് അവിടെ റിഫ്ലക്ട് ചെയ്യണമെന്നുള്ളതാണ്. അതാണ് സാർ AST-ലോട്ട് ലോവർ ചെയ്യണമെന്ന് പറഞ്ഞതും അതെ അതെ അതെ, അത് തന്നെയാണ്. അതായത് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന വർക്കായിട്ട് റിലേഷൻ ഉണ്ട് ശരിക്കും. അതായത് ആ എസെൻസ് ഇല്ലേ, അത് അങ്ങോട്ടേക്ക് എക്സ്ട്രാപ്ലേറ്റ് ചെയ്യാം വർക്ക് ഫ്ലോ എഞ്ചിൻ ഡിസൈൻ്റെ പോയിന്റ് ഓഫ് വ്യൂല്. അതെ അതെ, സീക്വൻഷ്യൽ വർക്ക് ഫ്ലോ ഡിസൈൻ ചെയ്യാൻ അത്ര വലിയ ബുദ്ധിമുട്ടില്ല. അതെ അതെ, സ്റ്റേറ്റ് മെഷീൻ വർക്ക് ഫ്ലോ ആണ് ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ മറ്റേ ഈ സീക്വൻഷ്യൽ വർക്ക് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ ഓരോ ഇൻസ്റ്റൻസും കൺകറന്റ് ആവാട്ടോ ചിലത്തെ, മനസ്സിലായോ? അതായത് പക്ഷെ ഒരു ഫ്ലോ ഗ്രാഫില് ടോപ്പോളജിക്കൽ സോർട്ട് ചെയ്ത് മൾട്ടിപ്പിൾ പാത്ത് ഓഫ് മറ്റേ എന്താ പറയാ എക്സിക്യൂഷൻ കണ്ടുപിടിച്ച് ടോക്കൺസ് എക്സ്ചേഞ്ച് നടത്തുന്നത് ചെയ്യുമ്പോഴാണ് ഈ സ്റ്റേറ്റ് മെഷീൻ അല്ലെങ്കിൽ കൺകറന്റ് വർക്ക് ഫ്ലോ ആവുന്നത്. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയാ ഗ്രീൻ ത്രെഡ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് പല കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ സീക്വൻഷ്യൽ വർക്ക് ഫ്ലോ എഴുതാൻ അത്ര വലിയ ബുദ്ധിമുട്ടില്ല ശരിക്കും. ഇത് ഗ്യാങ് ഓഫ് ഫോറിലെ കോമ്പോസിറ്റ് വിസിറ്റർ കണ്ടുപിടിച്ചാൽ പഠിച്ചാൽ. ഈ ടോക്കൺ പാസിങ് ചെയ്യുന്ന ഒരു ഇന്റർപ്രറ്റർ എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്, അതൊന്ന് ഞാൻ തപ്പിയെടുക്കാം. ശരിക്കും ഈ എന്താ പറയാ പൈ കാൽക്കുലസ് ആണ് അതിന്റെ മാത്തമാറ്റിക്കൽ ഫോർമലിസം. ആ ടോക്കൺ എന്നൊക്കെ പറഞ്ഞ സാധനം വരുന്നത് അവിടുന്ന്. ഫോർക്ക് ജോയിൻ പാരലലിസം അങ്ങനെയൊക്കെ. അപ്പൊ ശരിക്കും അതായത് ഇപ്പൊ മൈക്രോസോഫ്റ്റ് അതിനെ ആക്ടിവിറ്റി എന്നാ പറയണേ. അപ്പൊ കമാൻഡ് ആക്ടിവിറ്റി, ഈഫ് ആക്ടിവിറ്റി, പിന്നെ വൈൽ ആക്ടിവിറ്റി എന്നൊക്കെ പറയുന്ന സാധനമുണ്ട്. അപ്പൊ ശരിക്കും അതൊക്കെ ലൂപ്പൊക്കെ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ വാട്ട് എവർ വി ഡു, അപ്പൊ നമ്മൾ എഴുതുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണോ ലോവർ ചെയ്യുന്നത് അതേമാതിരി തന്നെയാണ് പ്രോസസ് ഡെഫിനിഷൻ ലാംഗ്വേജിലെ മറ്റേ സ്റ്റേറ്റ്മെന്റ് മറ്റേ ലോവർ ചെയ്യപ്പെടുന്നത്. ഇപ്പൊ ബാലറീനയാണോ മറ്റേ ഈ സ്ക്രിപ്റ്റഡ് വർക്ക് ഫ്ലോ എഴുതുന്ന സാധനം? അതെ അതെ, പക്ഷെ അതൊരു വർക്ക് ഫ്ലോ എഞ്ചിൻ്റെ
ട്രേഡ്സ് അവിടെ ഉണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ. ഫുള്ളി ഞാൻ സ്റ്റഡി അത് ചെയ്തിട്ടില്ല. ഡിക്ലറേറ്റീവ് അല്ല, അതായത് നിങ്ങക്ക് മറ്റേ ഇമ്പരറ്റീവ് വർക്ക്ഫ്ലോ എന്ന് പറഞ്ഞൂടെ അതിന്? പക്ഷെ അവിടെ വർക്ക് ഫ്ലോ എന്നുള്ള ടേം അവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക്, അതായത് സെമാൻറ്റിക് തലത്തിലാണ് പ്രോഗ്രാമിംഗ് അതായത് ലാംഗ്വേജിന്റെ. ഇന്ത്യൻ സ്പെസിഫിക്കേഷൻ ലെവലിലൊക്കെ നോക്കുമ്പോൾ വിയോജിപ്പുണ്ടെന്നാണ്. ഇന്ത്യൻ സ്പെസിഫിക്കേഷൻ തലത്തിലാണ്. പക്ഷേ എൻജിൻ്റെ ട്രേഡ്സ് ഇല്ലേ, അത് ഫുള്ളി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ല ഇപ്പൊ മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ട്രാൻസിഷൻ പ്രോഗ്രാമർ, ബാലറിനൊക്കെ പ്രോഗ്രാമർ ഹാൻഡിൽ ചെയ്തോന്നു. ആ മറ്റോടത്ത് സിസ്റ്റം ഹാൻഡിൽ ചെയ്തോളൂ. അതെ അതെ അതെ, റീപ്ലേ അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ടല്ലോ സാറേ. ഓക്കെ, പിന്നെ എന്താണ് മറ്റേ ഈ പ്രോഗ്രാമിംഗ് ഇൻ ദ ലാർജില് വരുന്നത്? സീക്വൻഷ്യൽ, മറ്റേ കൺകറന്റ്, അല്ലെങ്കിൽ കൺകറന്റ് സ്റ്റേറ്റ്, 3 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നല്ലേ? കാരണം സ്റ്റേറ്റ് അതായത് കൺകറന്റ് വർക്ക്ഫ്ലോ എന്ന് പറഞ്ഞാൽ ഇൻഹറന്റ് പാരലലിസം അല്ലെങ്കിൽ മറ്റേ കൺകറന്റ് പാത്ത് ഓഫ് എക്സിക്യൂഷൻ ഡിറ്റക്ട് ചെയ്യാനും. സ്റ്റേറ്റ് മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം കൈൻഡ് ഓഫ് എ പീരിയോഡിക് ഇവാലുവേഷൻ നടക്കുന്നുണ്ട് അവിടെ. ട്രിഗർ കണ്ടിട്ടില്ലേ? ഇപ്പൊ ചില സ്ഥലത്ത് ഓട്ടോ അപ്രൂവലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എൻജിൻ തന്നെ ട്രിഗർ ചെയ്യണ്ടേ മറ്റേ റൂൾസ്, വർക്ക് ഫ്ലോ റൂൾസ് ഇവാലുവേഷൻ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ സീക്വൻഷ്യൽ വർക്ക് ഫ്ലോ, കൺകറന്റ് വർക്ക് ഫ്ലോ, പിന്നെ സ്റ്റേറ്റ് മെഷീൻ വർക്ക് ഫ്ലോ, അങ്ങനെ മൂന്നുണ്ടെന്ന് പറയാം. പിന്നെ 4ാമത്തെ ഒരു കാറ്റഗറി ഉണ്ട്, മറ്റേ ഹ്യൂമൻ ഇൻ ദ ലൂപ്പ് ഉള്ളത്, ഹ്യൂമൻ വർക്ക് ഫ്ലോ എന്ന് പറയും. അതാണ് BPMനും പെപ്പലൊക്കെ ഈ ബിസിനസ് പ്രോസസ് എക്സിക്യൂഷൻ ലാംഗ്വേജ്, ബിസിനസ് പ്രോസസ് മോഡലിംഗ് നൊട്ടേഷൻ ഒക്കെ ചെയ്യുന്നത്. ഈ ഇപ്പൊ എന്റെ ലൈഫിലെ എനിക്കൊരു ഭയങ്കര എപ്പിഫാനി മൂവ്മെന്റ് ഉണ്ടായത്, ഞാനിത് തമ്മില് പ്രോഗ്രാമിംഗിന്റെ ലാർജൊക്കെ കാണുമായിരുന്നെങ്കിലും ഈ ധർമ്മ ശുക്ല എന്ന് പറഞ്ഞ പുള്ളിയുണ്ട് ചെറുതെ. പുള്ളി ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, എസെൻഷ്യൽ വിൻഡോസ് വർക്ക് ഫ്ലോ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ. അതില് പുള്ളി ആദ്യത്തെ ചാപ്റ്ററിൽ പുള്ളി ഒരു AST മാതിരി ഒരു സാധനം ഉണ്ടാക്കിയിട്ട് ഒരു മിനി വർക്ക് ഫ്ലോ എഞ്ചിൻ എഴുതുന്നുണ്ട്. അപ്പോഴാണ് എനിക്ക് ശരിക്കും കത്തിയത്, ഇത് രണ്ടും ലോവർ ചെയ്യുന്നത് ഒരേ സ്ഥലത്തേക്കാണല്ലോ എന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാൽ ഇത് രണ്ടും ഒരു ലെൻസിൽ കാണാൻ സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, വി ക്യാൻ റൈറ്റ് എ എഞ്ചിനോ. ഓഫ് കോഴ്സ് ഇപ്പൊ സീക്വൻഷ്യൽ വർക്ക് ഫ്ലോക്ക് പൈ കാൽക്കുലസ് ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. സ്റ്റാർട്ടിൽ എഴുതിയ വർക്ക് ഫ്ലോ എഞ്ചിൻ സീക്വൻഷ്യലായിരുന്നു. അതിപ്പോ ക്ലൗഡിന്റെ ഒക്കെ എഞ്ചിൻ ഉണ്ടല്ലോ, ക്ലൗഡ് ഓർക്കസ്ട്രേഷൻ എഞ്ചിനൊക്കെ വർക്ക് ഫ്ലോ ആയിട്ട് ഓർഗനൈസ് ചെയ്തേക്കണേ. അപ്പൊ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനൊരു ഐസോമോർഫിക്, ഈ വർക്ക് ഫ്ലോ എന്ന് പറഞ്ഞാൽ കുറെ ആക്ഷൻസ് എടുക്കാനാണല്ലോ. അപ്പൊ ഐസോമോർഫിക് ആക്ഷൻ സെറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടാക്കി. അതായത് വർക്ക് ഫ്ലോയുടെ ഓരോ നോഡും എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിന്റെ അൺഡു ചെയ്യാനുള്ള കമാൻഡും ഒരു കമാൻഡ് ലിസ്റ്റിലോട്ട് ഡംപ് ചെയ്യുമായിരുന്നു. സോ ദാറ്റ് അത് തിരിച്ച് പ്ലേ ചെയ്യാൻ വേണ്ടി. അപ്പൊ ഈ സീക്വൻഷ്യൽ വർക്ക് ഫ്ലോ ഇത് വന്നപ്പോ ഈ ശരിക്കത് ഷെയർഡ് നോഡ് വരും അതിൻ്റെ ഉള്ളിൽ ചേർത്തെ, മനസ്സിലായോ? അപ്പൊ നമ്മള് ഈ റെഫറൻസ് റെപ്ലിക്കേറ്റ് ചെയ്താൽ മതി, അപ്പൊ അത് ട്രീ ആയി മാറിക്കോളും. അപ്പൊ ഇൻഡിപെൻഡന്റ് പാത്ത് ആവും, പിന്നെ എളുപ്പമാണ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി. വേറെന്താ ടോപ്പിക്കുള്ള?
വേറെ ഈ സോഷ്യൽ പ്രോഗ്രാമിംഗ് പേപ്പറാണോ? സംഭവത്തില് ഉം. അല്ല എങ്ങനെയാണ് അത് പ്രോഗ്രാമിംഗ് ആണോ സൈക്കോളജി ആണോ? അല്ല, ഇപ്പൊ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നുള്ളൊരു പദം കേട്ടിട്ടുണ്ടോ? ഉം, ഉം, അതായത് ഇപ്പോ ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് പൊളിറ്റിക്കൽ സർക്കിളിൽ മായാവതിയാണത് ബ്രില്യൻ്റ് ആയിട്ട് 2006 UP ഇലക്ഷനിൽ ചെയ്തത്. അതായത് സപ്പോസഡ്ലി ദളിത് പാർട്ടിയായ മായാവതി ഈ ബ്രാഹ്മിൻസിനും ക്ഷത്രിയാസിനും ഒക്കെ ലിബറലി സീറ്റ് ചെയ്തിട്ട് ഒരു എന്താ പറയാ, സൊസൈറ്റിയിലുള്ള ആ ഒരു അന്നത്തെ ഈ എന്താ പറയാ സിസ്റ്റം ഉം. പുള്ളിക്കാരിക്ക് ട്വീക്ക് ചെയ്യാൻ സാധിച്ചു. ഇപ്പൊ അല്ലെങ്കിൽ വേണ്ട, എലക്ഷൻ എഞ്ചിനീയറിംഗ് കണ്ടിട്ടുണ്ടോ? ഇല്ല, വലിയ പരിചയമില്ല. ഈ അമിത്ഷാ ഇപ്പൊ BJP ഒക്കെ പല സ്ഥലത്തും ഈ വിക്ടറി റിപ്പീറ്റ് ചെയ്യുന്നതിന്റെ കാരണം ഈ ഉം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 2019 ലോക്സഭ ഇലക്ഷൻ, ഓക്കെ, അപ്പോ പൊതുവെ ഈ ഇൻ UP ഈ ഉം. മായാവതിയും മുലായം സിംഗും കോൺഗ്രസും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അപ്പൊ കോൺഗ്രസിനാണ് മറ്റേ ഷെഡ്യൂൾ ക്ലാസ് ഷെഡ്യൂൾ ട്രൈബ് മുസ്ലിംസിന് പണ്ട് വോട്ട് ചെയ്യുന്നത്. യാദവ്സും മറ്റേതൊക്കെ മുസ്ലിംസും സമാജ്വാദി പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നു. ഈ മറ്റേ എന്താ പറയാ, ഈ മായാവതിക്കാണെങ്കിൽ ദളിത് വോട്ടിന്റെ നല്ലൊരു പെർസെൻറ്റേജും ഉണ്ട്. അപ്പോൾ എങ്ങനെ വന്നാലും ഈ അതിന് മുമ്പത്തെ ഇലക്ഷൻ 71 സീറ്റ് കിട്ടിയ BJPക്ക് എങ്ങനെ നോക്കിയാലും ആൾക്കാർ 20 സീറ്റ് കൂടുതൽ കൊടുത്തിട്ടുണ്ടായില്ല. പക്ഷെ അമിത്ഷാ അവിടെ പോയിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ യാദവ് മുസ്ലിംസിനോട് എതിർപ്പുള്ള ആൾക്കാരെയും ഒക്കെ പല ചെറിയ ചെറിയ ജാതികളൊക്കെ കൺസോളിഡേറ്റ് ചെയ്ത് വേറൊരു ഫ്രണ്ട് ഉണ്ടാക്കി 60 സീറ്റ് പിടിച്ചു. കിട്ടിയ അപ്പൊ ഈ തവണ അവിടെ ഒരു ഈ കാസ്റ്റ് ഡിവിഷൻ ഉണ്ടാക്കിയിട്ടാണ് മറ്റേ ഇന്ത്യ മുന്നണിക്ക് അവിടെ സ്ഥാനം കിട്ടിയത്. അപ്പോൾ ഹരിയാനയില് അപ്പോൾ ഓരോ സ്ഥലത്തും അവിടുത്തെ ഡെമോഗ്രഫിയൊക്കെ നോക്കി മറ്റേ വേറെ സ്ഥാനാർത്ഥികളെയൊക്കെ നിർത്തും, ഡമ്മി സ്ഥാനാർത്ഥികളെയൊക്കെ നിർത്തി എലക്ഷൻ എഞ്ചിനീയർ ചെയ്യാണെന്നാണ് മറ്റേ ഷാജൻ സക്രിയ അവകാശപ്പെടുന്നത് കണ്ടതിൽ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് സൈക്കോളജി ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. ആൾക്കാരുടെ സൈക്കോളജിയെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു മെഷീനറി ഉണ്ടാക്കണ്ടേ? അതൊരു തരം വർക്ക് ഫ്ലോ അല്ലേ? പ്രോഗ്രാമിംഗ് ഔട്ട് ദെയർ ആണ്. പിന്നെ പറഞ്ഞോളൂ. ഞാൻ അതില് ഓക്കെയാണ്. പിന്നെ ഈ സോഷ്യൽ കോൺട്രാക്ട്, സ്മാർട്ട് കോൺട്രാക്ട് ഒക്കെ വായിച്ചിട്ടുണ്ടോ? സ്മാർട്ട് കോൺട്രാക്ട് അങ്ങനെ വലിയ ഐഡിയ ഇല്ല. സ്മാർട്ട് കോൺട്രാക്ട് എനിക്ക് ഐഡിയ ഉണ്ട്, എന്താണ് സംഭവം എന്നുള്ള ഐഡിയ ഉണ്ട്, പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ചെയ്ത് കിട്ടുന്നില്ല. അതായത് നമ്മ ഒരു എന്താ പറയാ, ഈ ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് ഒരു കോൺട്രാക്ട് സെറ്റ് ചെയ്യണം. ആ കോൺട്രാക്ട് സെറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ട്രിഗർ എന്താണെന്ന് പറയും, എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് പറയും, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പറയും, ഒരു ആക്ഷൻ. എന്നിട്ട് പ്ലാറ്റ്ഫോമിൽ ആദ്യം വന്നതെന്നറിയാമോ സ്മാർട്ട് കോൺട്രാക്ട് എന്നുള്ളത്? അറിയില്ല. എത്തീരിയത്തിലാണ് അത് പയനിയർ ചെയ്യപ്പെട്ടത്. അപ്പൊ സ്മാർട്ട് കോൺട്രാക്ട് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി ലാംഗ്വേജ് ഒക്കെ ഉണ്ട്. അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു എന്താ പറയാ ലാംഗ്വേജും ഉണ്ട്, അല്ല ഒരു VM ഉണ്ട് അതിന്റെ കൂടെ. സോളിഡിറ്റി അങ്ങനെയൊക്കെ പറഞ്ഞ ലാംഗ്വേജസ് ഒക്കെ ഉണ്ട്. എന്നിട്ട് ഈ ആ VM എന്താ പറയാ, അതിനെ ABI എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ബൈനറി ഇന്റർഫേസ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എഴുതിയിട്ട് വേണമെങ്കിൽ അതിലോട്ട് ലോവർ ചെയ്യാം. അപ്പൊ അതാണ് ഈ എന്താ പറയാ സ്മാർട്ട് കോൺട്രാക്ട് അങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നത്. അപ്പൊ അതും സോഷ്യൽ കോൺട്രാക്ട്സ് സ്മാർട്ട് കോൺട്രാക്ട് റൂൾസ് ആക്കി മാറ്റി കഴിഞ്ഞാൽ ഡിജിറ്റൽ ഗവർണൻസ് സാധിക്കുമെന്നാണ് ഇപ്പൊ കുറച്ചൊരു റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്.
ഈ സ്മാർട്ട് പക്ഷെ കോൺട്രാക്ട്സ് വെച്ചിട്ട് അല്ല സാറേ ഈ മറ്റേ ഹ്യൂമൻ EVM പറഞ്ഞു ട്യൂറിംഗ് കംപ്ലീറ്റ് ആക്കിയത് ഇൻറ്റൻഷണൽ ആയിരുന്നു അല്ലേ? അല്ല, ട്യൂറിംഗ് EVMന്റെ കാര്യമാണ് ഉദ്ദേശിച്ചത്. മറ്റേ ബിറ്റ് കോയിന്റെ സാധനം ഹാൾട്ടിംഗ് പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടി പർപ്പസ്ഫുള്ളി അതിന്റെ ബ്ലോക്ക് ചെയിന്റെ ബിറ്റ് കോയിന്റെ സാധനം ഇതാണ്, മറ്റേ ട്യൂറിംഗ് കംപ്ലീറ്റ് അല്ല. പക്ഷേ സ്മാർട്ട് കോൺട്രാക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ട്രസ്റ്റഡ് എക്സിക്യൂഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് മറ്റേ എന്താ പറയാ, ഈ വെരിഫിക്കേഷൻ നടത്തി മറ്റേ ട്യൂറിംഗ് കംപ്ലീറ്റ് ലാംഗ്വേജസ് എക്സിക്യൂട്ട് ചെയ്യാന്നാണ് മറ്റേ വിറ്റാലി ബ്രൂട്ടിനോ മറ്റേ ഈ എത്തീരിയത്തിലാണ് അഡ്വക്കേറ്റ് ചെയ്തത്. അങ്ങനെയാണ് സ്മാർട്ട് കോൺട്രാക്ട് ഉണ്ടായത്. ഇനിയിപ്പോ നമ്മുടെ ഇന്ത്യയിലെ EVM ട്യൂറിംഗ് കംപ്ലീറ്റ് ആണോ? ആദ്യം EVM അല്ല, എത്തീരിയത്തിലെ VM ആണ് ഞാൻ. എത്തീരിയം വെർച്വൽ മെഷീൻ ട്യൂറിംഗ് കംപ്ലീറ്റ് അല്ലെങ്കിൽ അവർക്ക് റൂൾസ് സ്പെസിഫൈ ചെയ്യാൻ പറ്റുമല്ലോ. മറ്റേത് ജസ്റ്റ് ട്രാൻസാക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാനായിരുന്നു. ട്യൂറിംഗ് കംപ്ലീറ്റ് ആയാലേ നടക്കുള്ളൂ. അപ്പൊ ട്യൂറിംഗ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എന്തൊരു വെച്ചാൽ ഇൻഫിനിറ്റ് ലൂപ്പ് ചെയ്യാം. അത് ABI ലെവലിൽ വെരിഫിക്കേഷൻ ഉണ്ട്. നമ്മൾ ജാവയിലൊക്കെ ക്ലാസ് ലോഡ് ചെയ്യുമ്പോൾ മറ്റേ ഈ ഔട്ട് ഓഫ് ബൗണ്ട് അറേ ഉണ്ടോന്നൊക്കെ നോക്കൂലേ? എത്തീരിയം വെർച്വൽ മെഷീനിൽ അതുണ്ട്. അവര് എല്ലാം ഒരു ഇപ്പൊ കമ്പൈലർ ആ ടെർമിനോളജി ഉപയോഗിക്കുന്നേ അതിന്റെ ഇത് പറയുമ്പോ ABI അങ്ങനെയൊക്കെ അല്ലെ. ഇപ്പൊ ഞാനിപ്പോ ഇതിൽ കാണുന്നതെന്ന് വെച്ചാല്, being a responsible member of any society, you should understand programming out there, either to leverage it or അതിനെ എന്താ പറയുക, ഇപ്പൊ ക്രിപ്റ്റോഗ്രഫി നമ്മൾ പോസിറ്റീവ് കാര്യങ്ങൾക്കും മറ്റുള്ളവർ നമ്മളെ ഈവ്സ്ഡ്രോപ്പ് ചെയ്യാൻ ഉപയോഗിക്കുമല്ലോ. അതേമാതിരി റിവേഴ്സ് സോഷ്യൽ എഞ്ചിനീയറിംഗ് ചിലപ്പോൾ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ സോഷ്യൽ എഞ്ചിനീയറിംഗിനെ നിങ്ങൾക്ക് എന്താ പറയാ പ്രതിരോധിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് പ്രോഗ്രാമിംഗ് ഔട്ട് ദെയർ. And if you work in any organization, whether you are working in product or service delivery, നിങ്ങൾക്ക് എന്തായാലും പ്രോഗ്രാമിങ്ങിന്റെ ഹ്യൂജിനെ കുറിച്ച് അറിയണം. പിന്നെ എനി നോൺ ട്രിവിയൽ പ്രൊജക്ട് വിൽ കണ്ടെയ്ൻ എന്താ പറയാ ലാർജ് എന്താ പറയാ വർക്ക് ഫ്ലോസ്, മെനി നമ്പർ ഓഫ് വർക്ക് ഫ്ലോസ്. സീക്വൻഷ്യൽ ആവാം, സ്റ്റേറ്റ് മെഷീൻ ആവാം, കൺകറന്റ് ആവാം. അതിലെ ഓരോ നോഡിലുള്ള ആക്ഷൻ ക്യാൻ ബി പ്രോഗ്രാംഡ് യൂസിങ് പ്രോഗ്രാമിംഗ് ഇൻ ദിസ് മോഡൽ. അപ്പോൾ ശരിക്കും സോഷ്യൽ മറ്റേ ബിസിനസ് മറ്റേ എന്താ പറയുക പ്രോസസ് ആൻഡ് ആക്ഷൻ, നമ്മുടെ മറ്റേ ഇന്നലെ സംസാരിച്ച ഫ്രെയിംവർക്ക് ഇല്ലേ, സെറ്റിങ്സ്, മറ്റേ എന്താ പറയാ ഈ വർക്ക് ഫ്ലോസ്, ഏജൻസ്, മറ്റേ ആക്ഷൻസ്, മനസ്സിലായില്ലേ? വർക്ക് ഫ്ലോ അല്ല, സെറ്റിംഗ് സിസ്റ്റം. സെറ്റിംഗ് സിസ്റ്റം. സിസ്റ്റത്തിന്റെ പാർട്ടായിട്ടുള്ള പ്രോസസ്സിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അവിടെ ഏജൻസ് ആക്ഷൻ എടുക്കുന്നു. അപ്പൊ ഏജന്റ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ വർക്ക് ഫ്ലോ അല്ലേ, മറ്റേലാണെങ്കിൽ ഓട്ടോമേറ്റഡ് വർക്ക് ഫ്ലോ ഒരു നോഡ് ആക്ഷൻ എടുക്കുന്നു. സാറേ ഇത് നേരത്തെ നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ അടിയിൽ പാർസൽ എടുക്കാൻ പോയിക്കായിരുന്നു, ഒരു കാര്യം വിട്ടുപോയി. അതായത് ഈ പൈ കാൽക്കുലസിൻ്റെ ഡിസ്കഷൻ നടന്നപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ BPMN സ്പെസിഫിക്കേഷൻ ഇൻ ടേംസ് ഓഫ് പൈ കാൽക്കുലസ് ചിലപ്പോൾ ലോവർ ചെയ്യുന്നുണ്ടെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അല്ല അതിപ്പോ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ടൈപ്പ് ഇൻഫറൻസ് നടക്കണം C++ല്. ഓഫ് കോഴ്സ് ആ ഫംഗ്ഷനെ ലാംഡ കാൽക്കുലസിലോട്ട് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതേമാതിരി അതിപ്പോ എല്ലാ ടൈപ്പ് ഇൻഫറൻസ് എഞ്ചിനും ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്താ ചെയ്യണേ, നിങ്ങളുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഒരു ലാംഡ കാൽക്കുലസ് ലോവറിംഗ് കൊടുത്തിട്ടാണ് ടൈപ്പ് ഇൻഫറൻസിന്റെ സ്പെസിഫിക്കേഷൻ. അതിനാണ് ഹിൻലെ മില്ലർ ടൈപ്പ് സിസ്റ്റം എന്ന് പറയുന്നത്. അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന അൽഗോരിതത്തിന് വരാണ് ഡമാസ് മില്ലർ. അതേമാതിരി ഈ പൈ കാൽക്കുലസ് അല്ലെങ്കിൽ വെരിഫിക്കേഷൻ ഇല്ല. അല്ല ഞാനത് ഞാൻ സ്പെസിഫിക്കേഷൻ ഞാൻ കണ്ടില്ല അതിനകത്ത്. ഇനി എൻ്റെ ദൃഷ്ടിദോഷമാണോ എന്ന് ഞാൻ ഒന്ന് വെരിഫൈ ചെയ്യാം. പോയിട്ട് ഞാൻ പറയട്ടെ, നല്ല കോറിലേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. പറഞ്ഞു അല്ല ഇപ്പോ
ഇപ്പൊ CLR ഒരു മോഡേൺ ലാംഗ്വേജിലൊക്കെ ഈ ഒരു വെരിഫിക്കേഷനിസം ഉണ്ടല്ലോ. ഇപ്പൊ പൈക്കാൽക്കുലസ് വഴി ഇപ്പൊ വർക്ക് ഫ്ലോയിലൊക്കെ പ്രോസസ് ഡെഫിനിഷൻ ലാംഗ്വേജ് കമ്പൈൽ ചെയ്യുമ്പോ അവർക്ക് സ്റ്റാറ്റിക്കലി തന്നെ കണ്ടുപിടിക്കാൻ പറ്റും ഈ നൾ സ്റ്റേറ്റ് ഒക്കെ ഉണ്ടാവും എന്നുള്ളത്. ഇനി അതേമാതിരി തന്നെ ലൂപ്പ് ചെയ്യോ എന്നുള്ളതൊക്കെ ഇവിടെ കിട്ടിയ ഇപ്പൊ നമ്മൾ അത്ര ആലോചിക്കണ്ട. നമ്മുടെ ATM ഒരു ടിപ്പിക്കൽ ATM 100-800 സ്റ്റേറ്റ്സ് ഉണ്ടാവില്ലേ? നമ്മൾ പുറത്ത് കാണുന്ന മാതിരിയല്ല. അപ്പൊ നമുക്ക് ഡാറ്റ വെച്ച് ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും സ്ട്രക്ചറൽ റിലേഷൻഷിപ്പ് വെച്ച് കണ്ടുപിടിക്കണ്ടേ ലൂപ്പൊക്കെ? പക്ഷെ BPMN ലൂപ്സ് അലൗഡ് ആണോ? അല്ല, ലൂപ്പ് ഉണ്ട്, ഇൻഫിനിറ്റ് ലൂപ്പ് ഉണ്ടോന്ന്. ട്രാൻസിഷൻ ചെയ്യുമ്പോ നമുക്കിപ്പോ എസ്കേപ്പ് അടിച്ച് ATM പ്രീവിയസ് ഞാൻ ലൂപ്പ് തന്നെയല്ലേ. പക്ഷെ ആ ലൂപ്പല്ല, നമ്മൾ സർട്ടൻ സ്റ്റേറ്റിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിട്രാക്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കണ്ടുപിടിക്കും. എനിക്ക് വേണൊരു ഈ യൂസേഴ്സിന്റെ എല്ലാ ആക്ഷനെയും ഒരു സ്ട്രിങ് ആക്കി മാറ്റിയിട്ട് അതിൽ വാലിഡേഷൻ ഉണ്ടാവും എനിക്ക് തോന്നുന്നത്. അല്ല, അതിന് ഫൈനൽ എൻഡ് സ്റ്റേറ്റ് എന്നുള്ളത് എക്സ്പ്ലിസിറ്റാ. സോറി, ഫുഡ് കഴിച്ചോണ്ടിരിക്കാം. അല്ല, പക്ഷെ അതിന് കാര്യമുണ്ട്. അത് ഇപ്പൊ നിനക്ക് അത് ഡാറ്റ അല്ലേ ഡ്രൈവ് ചെയ്യണേ, അവിടെ എത്തൂല്ലേ എന്നുള്ളത്. അതെ അതെ അതെ, സ്റ്റാറ്റിക് അനാലിസിസ് പറ്റില്ല. അല്ല, പക്ഷെ സ്റ്റാറ്റിക് അനാലിസിസിന് കുറെ സിമുലേഷൻസ് ഒക്കെ വെച്ചിട്ട് പറ്റുന്ന ടൂൾസ് ഉണ്ട്, മനസ്സിലായില്ലേ? മനസ്സിലായി. അതായത് കാരണം എല്ലാ പാത്ത് എടുത്തോ എന്ന് നോക്കിയാൽ മതി ശരിക്കും. അതെ അതെ അതെ, ഓൾ പേസ് ഷോർട്ടസ്റ്റ് പാത്ത് എന്നൊക്കെ പറഞ്ഞ പല ഈ എന്താ പറയാ ടെസ്റ്റിംഗ് ടൂൾസും ഈ പറയുന്ന വർക്ക് ഫ്ലോ എഞ്ചിൻസിന്റെ പുറകിലൊക്കെ ഒട്ട് മാത്തമാറ്റിക്സ് ഉണ്ട് ശരിക്കും, മനസ്സിലായോ? നമുക്ക് വായിക്കാൻ പോലും പറ്റൂല. അതൊരു വലിയ പ്രോബ്ലമാണ്. പിന്നെ പ്രെഡിക്കേറ്റ് ലോജിക് ശരിക്കും എന്താ പറയാ പഠിക്കേണ്ട ടോപ്പിക് തന്നെയാ. അത് ഇന്ന് കഴിഞ്ഞ ദിവസം ഒരു ഡിസ്കഷൻ ഉണ്ടായിട്ടേ ഈ യൂണിയനും ആൻഡും ഒന്നാണെന്നുള്ള രീതിയിൽ വന്നു. അപ്പൊ SQLന്റെ യൂണിയൻ മറ്റേ റിലേഷൻ ലെവലിലും ആൻഡ് വർക്ക് ചെയ്യുന്നത് മറ്റേ എക്സ്പ്രഷൻ ലെവലിലും അല്ലേ? ഏതാണ്ടാണ് ടൈപ്പ് സ്ക്രിപ്റ്റിലെ ടൈപ്പ് ലെവൽ ഇതാണോ? അല്ല, ആൻഡ് മറ്റേ ബൂളിയൻ ആൻഡ് അല്ലേ? ലോജിക്കൽ ആൻഡ്. അപ്പൊ ശരിക്കും ഈ പ്രെഡിക്കേറ്റ് ലോജിക്കുമുള്ള ബൂളിയൻ ഓപ്പറേഷനാണ് വേറെ. എന്ന സ്ഥാനത്ത് സെറ്റ് ലെവലിലുള്ള യൂണിയനാണ്, അല്ലെങ്കിൽ ബാഗ് ലെവലിലെ യൂണിയനാണ് റിലേഷൻ ലെവലിൽ വർക്ക് ചെയ്യണത്. അപ്പോൾ ബൂളിയൻ ആൾജിബ്രയുടെ ആൻഡും അതിന്റെ പുറകിലുള്ള ഡൊമൈൻ സെറ്റും റേഞ്ച് സെറ്റും ഒക്കെ വരുമ്പോൾ കറക്റ്റാണ്. അത് രണ്ടായിട്ട് കാണാൻ പറ്റണമെന്ന് ഞാൻ പറയണേ. കഴിഞ്ഞ ദിവസം ആരോട്ട് സംസാരിച്ചപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ വന്നു. അതായത് ഇപ്പൊ നമ്മള് അതെ അവിടെയാണ് അതിന്റെ പ്രശ്നം. അതായത് അപ്പൊ എന്തിട്ടെന്ന് പറഞ്ഞാലേ വാചാടാവായി മാറും. പിന്നെ അത് ട്രൂ ആണെന്നും പറഞ്ഞ് പറയുന്ന പൊട്ടത്തരത്തിനൊരു കണക്കുണ്ടാവില്ല. അപ്പൊ പ്രൊപ്പോസിഷണൽ ലോജിക്ക് ആദ്യം പഠിച്ച് സെറ്റ് തിയറി പഠിച്ചിട്ട് പിന്നെ വേണം പ്രെഡിക്കേറ്റ് ലോജിക്ക് പഠിക്കാൻ, മനസ്സിലായില്ലേ? അപ്പൊ ഈ പ്രൊപ്പോസിഷണൽ ലോജിക്കിന്റെ ഒപ്പം തന്നെ ബൂളിയൻ ആൾജിബ്ര വിത്ത് ഗ്രൗണ്ട് കണ്ടീഷനും പിന്നെ സെറ്റ് തിയറി പഠിച്ചതിന് ശേഷം ബൂളിയൻ ആൾജിബ്ര വിത്ത് മറ്റേ എന്താ പറയാ ഈ വേരിയബിൾസും വരുമ്പോഴാണ് ഈ വേറെ വരുന്നത്. സെറ്റിന്റെ ലെവലിലാണ് യൂണിയൻ വരുന്നത്. ശരത്തിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊ ആൾക്കാർ വാക്ക് പറയും, പക്ഷെ അവരിലേക്ക് ഒരു മെന്റൽ എൻകോഡിങ് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ എന്തുട്ടെന്ന് വെച്ചാല് ഞാൻ പറയുമ്പോ എവിടെയാ റെഫറൻസ് ഉള്ളതെന്നൊക്കെ ചോദിക്കും.
മനസ്സിലായില്ലേ? ആ അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മറ്റേ ഈ വേർഡ് ഷണ്ടിങ് ആയതുകൊണ്ടിരുന്ന മച്ചാൻ. ആ ആ അതായത് അവിടം വരെ പുള്ളി റീസണിങ് വെച്ച് എത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതിന് റെഫറൻസ് പുള്ളി ചോദിക്കൂല, അത് കൊറോളറിയാണ്. ഇവിടെ കിട്ടിയ അതായത് മനസ്സിലായി. പുള്ളി സംസാരിച്ച് ഒരു സ്ഥലം വരെ എത്തി. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ അത് അറിയാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു അത് കഴിയുമ്പോ ഇങ്ങനെയാണല്ലോ. അപ്പൊ അതെങ്ങനെ അറിയാൻ പറ്റും? അതിപ്പോ പറഞ്ഞ മതി. ഒരു പിള്ളേരോട് ചോദിച്ചേ ഈ റെക്കോർഡ് ടൈപ്പ് കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലേ, ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ സി ഷാർപ്പ് പുതിയ വെർഷനിലുണ്ട്. നമുക്ക് ലാംഗ്വേജ് മറ്റേ എന്താ പറയാ ഈ വൺ ടൈം മ്യൂട്ടബിലിറ്റി ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അത് പാറ്റേൺ മാച്ചിങ്ങിനായിരിക്കും. അത് ഞാൻ കണ്ടില്ലല്ലോ. അപ്പൊ അതിനെ നമ്മൾ എവിടെ കൊണ്ടുപോയി കൊടുക്കണേ? അല്ല അങ്ങനെയല്ല. അത് ഞാൻ പറഞ്ഞില്ലേ, ഈ പ്രൊപ്പോസിഷണൽ ലോജിക്കും പ്രെഡിക്കേറ്റ് ലോജിക്കും മറ്റേ എന്താ പറയാ പഠിച്ചാല് ഫങ്ഷണൽ പ്രോഗ്രാമിങ്ങില് അത് മാത്രം പോരട്ടെ, ഗ്രൂപ്പ് റിംഗ് ഫീൽഡ് വേണം. അങ്ങനത്തെ കാര്യങ്ങള് കാറ്റഗറി പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കാം. കാറ്റഗറി മുഴുവൻ പഠിക്കാൻ പറ്റിയില്ലെങ്കിലും കാറ്റഗറിയുടെ കീ ഐഡിയാസ് അറിയാം. അതറിഞ്ഞാലേ നമുക്ക് ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് മര്യാദ ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായ ചെറുതെ? അപ്പൊ അതിലോട്ട് പോകുമ്പോഴാണ് ഈ ആ സാധനം വരുമ്പോ ഓട് കുതിര ചാടും കുതിര, വെള്ളം കണ്ടാൽ നിൽക്കും കുതിര, അതിന് തൊട്ട് മുമ്പ് നിൽക്കും ആൾക്കാർ. മനസ്സിലായില്ലേ? ഈ 1000 ലാംഗ്വേജ് പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പ്രോബ്ലം ഉണ്ട്. ഇത് പഠിക്കാന്ന് പറഞ്ഞാലേ ശരത്, ഇപ്പൊ നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന രീതിയിൽ മറ്റേ എന്താ പറയാ ഈ സമഗ്രമായി പഠിച്ചിട്ട് ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് കേട്ടിട്ടുണ്ട്. ആ വാക്ക് കേട്ടിട്ടുണ്ട് എവിടെയെങ്കിലും? അങ്ങനെയുള്ളവർക്ക് മാത്തമാറ്റിക്സിൽ 2 പേജ് കേൾക്കാൻ പറ്റൂല. അതിന് മുമ്പ് തന്നെ മറ്റേ മെന്റൽ വാളിലൊന്നും ഇടിക്കും. മനസ്സിലായോ? അല്ല, അത് ഏറ്റവും കൂടുതൽ വരുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിലാണ്. മീൻ പഠിക്കും, മീഡിയം പഠിക്കും, പിന്നെ കുറച്ച് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പഠിക്കും, കോറിലേഷൻ ഒക്കെ കഴിയുമ്പോഴേക്കും ഉറക്കം വരും, റിഗ്രഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പൂട്ടി വയ്ക്കും. അപ്പൊ ഏതാ യൂസ്ഫുൾ സ്ഥലത്ത് എത്തൂലെന്നല്ലേ? അതെ അതെ. അതിപ്പോ പറഞ്ഞേ സി പഠിച്ചു കഴിഞ്ഞു, ഇനിയിപ്പോ പോയിന്റ് പഠിക്കാന്ന്. അപ്പൊ പരിപാടി പറയണേ ഞാൻ പവർ ബിൽഡർ ഒക്കെ പഠിച്ചിട്ടുണ്ട്, പവർ ബിൽഡർ ഫൗണ്ടേഷൻ ക്ലാസ് പഠിക്കാനുള്ളത്. പക്ഷെ അത് കറക്റ്റ് അല്ല കേട്ടോ. പവർ ബിൽഡർ ഫൗണ്ടേഷൻ ക്ലാസ് പഠിച്ചില്ലെങ്കിലും പവർ ബിൽഡർ നന്നായി കോഡ് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞു വിഷ്വൽ സി പ്ലസ് പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ MFC പഠിക്കാനെന്ന് പറഞ്ഞ കാര്യമായില്ലെന്ന് പറഞ്ഞു. സ്റ്റാറ്റിസ്റ്റിക്സ് തുടങ്ങുന്ന സ്ഥലം വരെ എത്തൂലെന്ന്. അത് സമഗ്രമായി പഠിച്ചെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി നോക്കുന്നതുകൊണ്ടാണ്. ഇതിപ്പോ എന്താ പറയുക, when we write this thing, okay, imperative, functional, logic. അപ്പോ ഈ നെക്സ്റ്റ് ഇന്റർവ്യൂവിന് വേണ്ടി പഠിക്കുമ്പോൾ എന്താ ഉണ്ടാവണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൾക്കാർ നമ്മളെ പ്രോംപ്റ്റ് ചെയ്ത ഐഡിയ വരും, പക്ഷെ പ്രപ്പോസ് ചെയ്യാൻ പറ്റില്ല, ഡിസ്പോസ് ചെയ്യാനേ പറ്റുള്ളൂ. ഈ ലീഡ് കോഡിന്റെ ഒക്കെ പ്രോബ്ലം അത് തന്നെയാണ്. കാരണം ഇപ്പൊ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന സാധനങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഇത് പഠിക്കാൻ പറ്റില്ല, എഴുതരാം. അതായത് ഈ അപ്രന്റീസ് മോഡലിലെ ഇതൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ. ശരത്തെ, മനസ്സിലായില്ലേ? അല്ലാതെ ഇപ്പൊ ഈ അഡ്വാൻസ് കാര്യങ്ങളിലെ ഏതാണ് അപ്രന്റീസ് മോഡൽ അല്ലാതെ പഠിക്കാൻ പറ്റും? അല്ല, അവിടെ വരുമ്പോഴാണ് ആ ഇനിയാങ് വരും, പ്രിസൈസ് ഡെഫിനിഷൻ ഉണ്ടാവില്ല. അപ്പൊ ഞാൻ നമ്മുടെ നാട്ടിലെ മിക്ക സ്ഥലത്തെയും പ്രോഗ്രാമേഴ്സിന്റെ കുഴപ്പമെന്ന് വെച്ചാൽ അവർക്ക് പ്രിസൈസ് ഡെഫിനിഷൻ വേണം. അത് കൊടുക്കാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ കോണ്ടെക്സ്റ്റ്. ഇപ്പൊ ഡയലക്ടിക്സ് അറിയാതുകൊണ്ടാ. അതായത് അത് ഫിലോസഫിക്കൽ മെറ്റാഫിസിക്കൽ ലെവലിൽ എത്തുമ്പോ, അതായത് ചർച്ച ചെയ്യുമ്പോ അതായത് അങ്ങനെ ഉദ്ദേശിച്ചത് ഫിലോസഫി അങ്ങനെ കാണണ്ട. അതായത് ഈ മറ്റേ ഓണ്ടോളജി ലോജിക്ക് അപ്ലൈ ചെയ്തിട്ടേ ഉള്ളൂ എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഗുരുവിൻ്റെ അടുത്ത് പഠിക്കുമ്പോൾ ഗുരു ആ അബ്സ്ട്രാക്ട് അബ്സല്യൂട്ടിലോട്ട് പോയിന്റ് ചെയ്യല്ലേ ചെയ്യണേ. അതെ അതെ. അല്ല, അതിപ്പോ മെയിൻ പ്രശ്നം എന്ന് വെച്ചാല്
ഈ ഇപ്പൊ ഞാൻ when I have become ഗുരു, ശിഷ്യന് തന്നെ കോൺഫിഡൻസ് ഇല്ല. അപ്പൊ അപ്പൊ എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ ബോഡി എന്താണെന്നറിയാമോ, എങ്ങനെയെങ്കിലും ഞാൻ പൊട്ടനാണെന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് ഓടുക എന്നുള്ളതാ. മനസ്സിലായോ? അപ്പൊ സി നമ്മള് ഇപ്പൊ ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് പഠിപ്പിക്കണം. അപ്പൊ എൻ്റെ ഒരു പ്ലോട്ട് ഉണ്ട്. സ്റ്റോർഡ് പ്രൊസീജർ, നമുക്ക് അതൊന്നും ഇവിടെ ഇത് ചെയ്യാം. സ്റ്റോർഡ് പ്രൊസീജറും സ്റ്റോർഡ് ഫംഗ്ഷനും തമ്മിൽ എന്താ വ്യത്യാസം ഉണ്ടല്ലേ? ഒരെണ്ണം ഡിറ്റർമിനിസ്റ്റിക് ആണ്, മറ്റത് നോൺ ഡിറ്റർമിനിസ്റ്റിക് ആണ്. അത് ശരത്തിന്റെ മറുപടി ആയി പോയില്ല, കുറച്ചുകൂടി ഒന്നല്ലേ ശരത്. ഒരെണ്ണത്തിന് വേറെ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓരോ തവണ കോൾ ചെയ്യുമ്പോഴും റെസ്പോൺസ് വ്യത്യാസം ഉണ്ടാവാം. മറ്റേതിന് വ്യത്യാസം വരാൻ പാടില്ല. 100 തവണ കോൾ ചെയ്താലും സെയിം റിസൾട്ട് ആയിരിക്കണം, പാരാമീറ്റേഴ്സ് സെയിം ആണെങ്കിൽ. ഓക്കെ, പാരാമീറ്റേഴ്സ് സെയിം ആണെങ്കിൽ. പക്ഷേ ഈ ടെമ്പററി ടേബിൾ ഉണ്ടാക്കാമല്ലോ അല്ലേ? ടെമ്പററി ടേബിൾ ഉണ്ടാക്കാൻ കഴിഞ്ഞാല് ഫംഗ്ഷൻ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ഫംഗ്ഷനിൽ ടെമ്പററി ടേബിൾ ഉണ്ടാക്കാട്ടോ, പുറത്ത് ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഫോർ യുവർ ഇൻഫർമേഷൻ. ടെമ്പററി ടേബിള് ഓട്ടോമാറ്റിക് ആയിട്ട് പുറത്താണല്ലോ. ടേബിൾ വേരിയബിൾ ആണോ ഉദ്ദേശിച്ചത്? ടേബിൾ വേരിയബിൾ ഉണ്ടാക്കാം. അതില് ആക്ച്വലി ടെമ്പററി ടേബിൾ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോ ഞാൻ ചോദിക്കട്ടെ, ഈ സെയിം ഇൻപുട്ടിന് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് എത്ര പേരുണ്ടെന്നുള്ള ഒരു ഫംഗ്ഷൻ എഴുതിയെന്ന് വെച്ചോ, കൗണ്ട്. ഇപ്പൊ അല്ല, മ്യൂട്ടബിലിറ്റി പാടില്ല എന്നല്ലേ ഉള്ളൂ, റിസൾട്ട് സെയിം ആയിരിക്കണം എന്ന് സ്റ്റോർഡ് ഫംഗ്ഷന്റെ കേസിലുണ്ട്. സ്റ്റോർഡ് ഫംഗ്ഷന്റെ കേസിൽ എനിക്ക് മനസ്സിലായില്ല. അതായത് നിങ്ങളുടെ ഫംഗ്ഷനിൽ നിന്ന് മ്യൂട്ടേഷൻ പാടില്ല, അത് ഞാൻ സമ്മതിച്ചു. അതെ, സിസ്റ്റത്തില് ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂട്ടേഷൻ നടന്നൂടെ? അത് നടക്കാം. അപ്പൊ റിസൾട്ട് വരെ ചെയ്യണ സോഴ്സ് ഡാറ്റയില് വ്യത്യാസം വരാം, അതനുസരിച്ച് മാറാം അല്ലേ? എങ്കിലും പക്ഷെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റോസിന്റെ കൗണ്ട് എടുത്തു കഴിഞ്ഞാല് റോസിന്റെ കൗണ്ട് മാറാലോ. അല്ല, പക്ഷെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ പ്യുവർ ഫംഗ്ഷണൽ പ്രോഗ്രാമിംഗിൽ അങ്ങനെ മാറാൻ പാടില്ല. ഇതിപ്പോ നമ്മൾ SQL ഡിസ്കഷനിലോട്ട് പോകും. അതായത് അപ്പോൾ അവിടുത്തെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ആസിഡ് അല്ല, മറ്റേ ട്രാൻസാക്ഷൻ ഐസൊലേഷൻ ലെവൽ ഗ്യാരണ്ടീസ് ആണ്. ഇവിടെ ഫംഗ്ഷനും ഫംഗ്ഷൻ്റെ ഗ്യാരണ്ടിയും അതിൽ കൂടുതലില്ല. അല്ല, പക്ഷെ എങ്കിലും അതിൽ മ്യൂട്ടേഷൻ നടക്കില്ല എന്നുള്ള ഗ്യാരണ്ടി ഉണ്ട്. എന്നാലേ അവർക്ക് വേറെ ക്ലോസിൽ കൊടുക്കാൻ പറ്റുള്ളൂ. ഇത് ഫംഗ്ഷൻ റെഫറൻഷ്യലി ട്രാൻസ്പെറന്റ് ആണെന്ന് ഡാറ്റാബേസിന്റെ ഇൻഹറന്റ് നേച്ചർ വെച്ചിട്ട് പറയാൻ പറ്റില്ല. ബട്ട് ഈ ഒരു ട്രാൻസാക്ഷൻ കോണ്ടെക്സ്റ്റ് ഒരു ക്വയറി ഓടുമ്പോൾ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ട്രാൻസാക്ഷൻ സിനാറിയോ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നിങ്ങൾക്ക് റെഫറൻഷ്യൽ ട്രാൻസ്പെറൻസി ഗ്യാരണ്ടീഡ് ആണ്. അപ്പൊ പിന്നെന്തൊക്കെയാ വ്യത്യാസമുള്ളത്? അല്ല സാറേ, ഞാൻ ആലോചിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു എഞ്ചിനീയറിംഗ് റിക്വയർമെൻ്റ് ആണോ അതോ ഒരു സെമാൻറ്റിക് ലെവൽ റിക്വയർമെൻ്റ് ആണോ എന്നൊരു കൺഫ്യൂഷൻ വന്നു. അല്ല, സെമാൻറ്റിക് ലെവൽ റിക്വയർമെന്റ് ഫംഗ്ഷന്റെ കേസിൽ ഫോർ ദ ഗിവൺ ഇൻപുട്ട് യു ഷുഡ് ഓൾവേസ് ഗെറ്റ് ദ സെയിം ഔട്ട്പുട്ട് റിഗാർഡ്ലെസ് ഓഫ് ദി കോണ്ടെക്സ്റ്റ്. അല്ല, അത് മനസ്സിലായി. അതായത് പാരാമീറ്റർ ഷുഡ് ബി ദ സോൾ ഡിറ്റർമിനന്റ് ഓഫ് കമ്പ്യൂട്ടേഷൻ. ഏത് പ്യുവർ ഫംഗ്ഷണൽ ലെവലില്? അതെ. അല്ല, അത് മനസ്സിലായി. പക്ഷെ അതായത് ഇതൊരു എഞ്ചിനീയറിംഗ് ഔട്ട്കം ആയിരുന്നോന്നേ ഒരു ഈ സ്റ്റോർഡ് ഫംഗ്ഷൻ എന്നുള്ളതാ. സ്റ്റോർഡ് ഫംഗ്ഷൻ എന്നുള്ളത് ഒരു എഞ്ചിനീയറിംഗ്. സ്റ്റോർഡ് ഫംഗ്ഷൻ യൂസർ ഡിഫൈൻഡ് പ്രെഡിക്കേറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാ, അല്ലെങ്കിൽ പ്രെഡിക്കേറ്റ്സിൽ കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാ. ഓക്കെ. അതാണ് അതിന്റെ വ്യത്യാസം. കാരണം സ്റ്റോർഡ് പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമാന്റിക് ലെവലിൽ തന്നെയാണ് പറഞ്ഞു. അല്ല, സെമാന്റിക് ലെവലിലാണെങ്കിലും പക്ഷെ ഡാറ്റാബേസിന്റെ അതെനിക്ക് ഇപ്പോഴും ഞാൻ വർക്ക്ഔട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അതായത് അതെങ്ങനെയാണ് എക്സാക്ട്ലി ഹാൻഡിൽ ചെയ്യണേ എന്നുള്ളത്. ഇപ്പൊ ലാല് പറഞ്ഞ റെഫറൻഷ്യൽ ട്രാൻസ്പെറൻസി അവിടെ ഉറപ്പില്ല. മ്യൂട്ടേഷൻ അവര് പ്രെക്ലൂഡ് ചെയ്യും പാഴ്സ് ചെയ്യുമ്പോൾ.
ടെമ്പററി ടേബിൾ ചെയ്യാം. അല്ല, അപ്പൊ സ്റ്റോർഡ് പ്രൊസീജിയറും സ്റ്റോർഡ് ഫംഗ്ഷനും തമ്മിലുള്ള അപ്പൊ വേറെ ക്ലോസ് സാധാരണ ഇപ്പൊ ലാലിപ്പോ ആൾറെഡി സീസൺഡ് ആയതുകൊണ്ട് എങ്ങനെ ആൻസർ ചെയ്തത്? മിക്ക ആൾക്കാരും പ്രൊസീജിയറിൽ വാല്യൂ റിട്ടേൺ ചെയ്യാൻ പറ്റില്ല, ഫംഗ്ഷനിൽ റിട്ടേൺ ചെയ്യാൻ പറ്റും. അപ്പൊ എന്തിനാ റിട്ടേൺ ചെയ്യണമെന്ന് ചോദിക്കും. അപ്പൊ വേറെ ക്ലോസിൽ കൊടുക്കാൻ പറ്റും. അപ്പോഴായിരിക്കും പറയണേ അപ്പൊ ഡാറ്റ മ്യൂട്ടേറ്റ് ചെയ്തതല്ല. അത് ശരിയാണല്ലോ, അതുകൊണ്ടാണല്ലേ ഞാൻ ഇന്നാള് ഇൻസേർട്ട് കൊടുക്കാൻ നോക്കിയപ്പോ പറ്റാൻ എന്നൊക്കെ പറയും. ഇവിടെ കിട്ടിയ അല്ല, അപ്പൊ അങ്ങനെ നമുക്ക് പഠിപ്പിക്കാന്ന്. ഈ സ്റ്റോർഡ് പ്രൊസീജിയർ ആൻഡ് സ്റ്റോർഡ് ഫംഗ്ഷന്റെ ഡിഫറൻസ് ഒരു ഉഗ്രൻ ടൂളാണ്. ഫംഗ്ഷണൽ പ്രോഗ്രാമിങ്ങിലോട്ടുള്ള ഒരു നാഴികക്കല്ലാന്നേ അറിയുള്ളൂ. അല്ല, അപ്പൊ അങ്ങനെ പഠിപ്പിച്ചാലേ ഈ കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ. അതെ. അപ്പൊ ഒരു സംഭവം ചോദിക്കട്ടെ, ഈ ഫങ്ഷണൽ പ്രോഗ്രാമിങ്ങിൽ ഒറിജിനൽ ഡാറ്റ കീപ്പ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഡിസിഷൻ എങ്ങനെയാണ് എടുക്കുക? അല്ല, അതിപ്പോ ഗാർബേജ് കളക്ടർ ഇല്ലേ? അതല്ല ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് കുറെ പ്രോസസ്സിങ് നടക്കുന്നുണ്ട്. ഇമ്മ്യൂട്ടബിൾ ഡാറ്റ സ്ട്രക്ചേഴ്സ് ഉണ്ട് അല്ലേ? അപ്പൊ അതിനകത്ത് അതല്ല ഞാൻ ഉദ്ദേശിച്ചത് ചേഞ്ച് ചെയ്യുവാണെന്ന് വെച്ചോ, കുറെ ഓപ്പറേഷൻസ് ചേഞ്ച് ചെയ്ത് കൊടുത്തേക്കണം. പെർസിസ്റ്റന്റ് ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്താന്ന് നോക്കിയാൽ മതി. അങ്ങനെയല്ല ശരത്തെ, ഇവിടെ ലാലിന്റെ ചോദ്യം എന്താന്ന് വെച്ചാല്, ഒരു കളക്ഷൻ നമ്മളിങ്ങനെ മാപ്പും ഇങ്ങനെ ട്രാൻസ്ഫോം കോപ്പി ഉണ്ടാവും. പുള്ളി ചോദിക്കുന്നത് അത് പക്ഷെ ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് അല്ല, അത് മെത്തേഡ് ചെയിനിങ്ങിലല്ല അത് വരുന്നുള്ളൂ. ഫങ്ഷണൽ പ്രോഗ്രാമിംഗിൽ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാവും. അല്ല സാറേ, അതായത് ഇമ്മ്യൂട്ടബിലിറ്റി വരുമ്പോ എങ്ങനെയാണെന്നുള്ളതല്ലേ ലാല് ചോദിക്കണേ? അല്ല ചോദിക്കണേ പുള്ളിക്ക് സ്ട്രീം ആണെങ്കിൽ സെയിം ഡാറ്റ സോഴ്സ് അല്ലേ ഉള്ളൂ, എക്സ്ട്രാ ഓവർഹെഡ് ഇല്ലല്ലോ. ഒന്നുകൂടി പറ. ഹഡൂപ്പിന്റെ ഫങ്ഷണൽ പ്രോസസിംഗും സ്പാർക്കിന്റെ ഫങ്ഷണൽ പ്രോസസിംഗും ഒന്നാണോ? അല്ലല്ലോ. ഹഡൂപ്പിന്റെ ഫങ്ഷണൽ പ്രോസസിംഗ് അല്ല. ഒരു ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു ഒന്ന് ട്രെയിൻ ആണ്, ഒന്ന് ബസ്സാണ്. അല്ല, ബസ്സല്ല, ബോഗിയാണ്. ഓക്കെ. അപ്പൊ ഈ എന്താ പറയാന്ന് വെച്ചാല്, ഈ ട്രെയിനുകളുടെ കോപ്പി ഇങ്ങനെ ഉണ്ടാവണമുണ്ട്. ഫിൽട്ടർ ചെയ്തൊക്കെ ചിലപ്പോൾ കുറവായിരിക്കും, ചെറിയ ബോഗി. പക്ഷെ എവിടെ വെച്ച് ഈ ഗാർബേജ് കളക്ടർ എടുക്കും, നമുക്ക് വേണമെങ്കിൽ മാനുവലി ഫ്ലഷ് ചെയ്യണോ എവിടെ വെച്ച് തീരുമാനിക്കുന്നതാണ് ആലോചിക്കണേ. അതാണല്ലോ ആലോചിക്കണേ. അതെ. അതായത് ഇപ്പൊ ഒരു സീരീസ് ഓഫ് ഓപ്പറേഷൻസ് നടക്കുമ്പോ ഒറിജിനൽ ഡാറ്റ കളയണോ വേണ്ടിയോ? അതായത് നമ്മൾ എഴുതണ കൂടുതലല്ല കേട്ടോ ചോദിക്കണം, നമ്മൊരു പ്രൊവൈഡർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഉള്ള രീതിയിലാണ് ചോദിക്കണം. അല്ല, അത് ഗാർബേജ് കളക്ടറിനെ വിട്ടുകൊടുത്തേക്കാണ് C# ജാവയും. ചെറുതെന്ന് തോന്നുന്നു. അതെ. ഇനി C++ല് പ്യുവർ ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഓണർഷിപ്പ് സെമാൻറ്റിക്സ് ആയിരിക്കും. അതെ. അല്ല, ചോദ്യം വാലിഡാണ്. ചോദ്യം പ്രസക്തമാണ്. അതായത് 10 ട്രാൻസ്ഫോർമേഷൻ കഴിയുമ്പോൾ സിസ്റ്റം മെമ്മറി അടിച്ചു പോയില്ല എന്നാണ് ചോദ്യം. അതെ. അല്ല, അതിന് വേറെ കേസ് ഉണ്ട്. കണ്ടിജിയസ് മെമ്മറി ആണെന്ന് ആര് പറഞ്ഞു? അതെ. അല്ല, 2 ലക്ഷം റെക്കോർഡ്സ് ആണ് പ്രോസസ് ചെയ്യണമെങ്കിൽ കളി മാറിയില്ലേ ഓരോ ട്രാൻസ്ഫോർമേഷൻ കഴിയുമ്പോഴും? അല്ല, ഈ സാധനത്തിന് ഈ മറ്റേ 5 കിലോയുടെ സഞ്ചിയിലേക്ക് 50 കിലോ ഇടരുതെന്നുള്ള റൂളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ എടുത്തവൻ അതല്ല, ഇപ്പൊ സ്ട്രീമിലും ലിങ്കിലൊക്കെ ഇങ്ങനെ മറ്റേ വെറുതെ ലോജിക്കലി കോഡ് എഴുതുമ്പോ ചിലപ്പോ ഉപ്പാടുള്ളതായിരിക്കും അല്ലേ എൻറ്റിറ്റി ഫ്രെയിമറിലൊക്കെ ആണോ? അല്ല, ഈ മറ്റേ 2 ലക്ഷം എന്നുള്ളത് ഒരു കൗണ്ടല്ല. ഒരു 2 മില്യൺ പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ റീതിങ്ക്. അല്ല, സിസ്റ്റം മെമ്മറിയോടെ ലിമിറ്റ് അല്ലേ? ആണ്. അല്ല, 2 ലക്ഷം എന്ന് പറഞ്ഞപ്പോ എത്ര വരും? ഒരു 1 KB. 2 ലക്ഷം റെക്കോർഡ്, ഒരു റെക്കോർഡിൽ 100 കൂട്ടും തൽക്കാലം. 100 അല്ല ഇപ്പോഴത്തെ കാലത്ത്, 1000 കൂട്ടാം. അപ്പൊ 2 ലക്ഷം എന്ന് പറയുമ്പോ 2 × 10⁵5 2⁵8 ആയി. 1 മില്യൺ. അതായത് ഒരു GB റാം വേണം. അതെല്ലാം യങ് ജനറേഷനിലായിരിക്കും. അപ്പൊ തന്നെ സാധനം പൊക്കോളും. അല്ലല്ല, ഇപ്പൊ ലാലിന്റെ ആ ചോദ്യം, ഞാൻ ലാലിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാത്തെന്ന് അറിയോ?
ആ ചോദ്യത്തിന്റെ സൊല്യൂഷനാണ് സ്ട്രീം. ചെറുതെ അല്ല, പക്ഷെ സ്ട്രീമിലും പുള്ളി പറഞ്ഞ പ്രശ്നം വരും. ഇപ്പൊ 2 ലക്ഷം വരുവാണെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ എല്ലാം പുതിയ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും, ഇമ്മ്യൂട്ടബിൾ ആയിട്ട് പക്ഷെ ചെയ്യണം. അതവിടെ ഗാർബേജ് കളക്ടറിന് വിടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ മാനുവലി കളക്ട് ചെയ്യണം, നമ്മൾ സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ റീയൂസ് ചെയ്യണം. അതെ അതെ അതെ. അല്ല, അതായത് ഈ മറ്റേ ഇപ്പം ലിൻഡർ ടൂളിംഗ് ഒക്കെ ഇല്ലേ, അല്ല അല്ല, ഇപ്പം അതൊക്കെ ഇപ്പം ജാവയിലൊക്കെ പോയി, അതായത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള സെൻസിൽ മറ്റേ ഇമ്മ്യൂട്ടബിലിറ്റി അവർ എൻഫോഴ്സ് ചെയ്യുന്നുണ്ട്. അല്ല, അതായത് യൂഷ്വൽ, അതായത് ഇപ്പോൾ സാർ ഇപ്പോൾ ഒരു ലിസ്റ്റ് റിട്ടേൺ ചെയ്യാമെന്ന് വിചാരിക്കും ഒരു ക്ലാസ്സിൽ നിന്ന്, അത് അവർ സമ്മതിക്കില്ല, അവർ കോപ്പി എടുത്ത് റിട്ടേൺ ചെയ്യാൻ പറയും. ലിൻഡർ കണ്ടുപിടിക്കും അല്ലേ? അതെ അതെ അതെ. അപ്പൊ എന്താ കാര്യം പറഞ്ഞാൽ അവർക്ക് മറ്റേത് എടുത്ത് കിടക്കണം, അല്ലെങ്കിൽ അത് അവിടെ കിടക്കുമല്ലേ? അതെ അതെ, അത് ഇന്റേണൽ സാധനങ്ങൾ പുറത്ത് ഇത് ചെയ്യണ പോലെയാണ് സ്ട്രിക്ട് ടെസ്റ്റ്. ഇപ്പം ശരിയാക്കി, നേരത്തെ വായിൽ വള്ളി. അങ്ങനെയല്ല, ഇപ്പൊ ഈ പ്രോഗ്രാമിംഗ് ഇപ്പൊ ഞാനിപ്പോ നമ്മൾ തുടങ്ങിയപ്പോ ഇതൊരു ലോജിക്കൽ സെഷൻ ആയിരുന്നെങ്കിലും ഇപ്പൊ ഈ ചർച്ചയൊക്കെ ശരിക്കും കോഡ് എഴുതുമ്പോ മര്യാദക്ക് സൂക്ഷിച്ചില്ലെങ്കിൽ പണ്ടാറങ്ങും അല്ലേ ശരിക്കും? അതെ അതെ അതെ. ഇതിങ്ങനെ എഴുതി മറ്റേ ഏതെങ്കിലും ടെസ്റ്റർ ലീക്ക് കണ്ടുപിടിക്കോ? സാറിന് ഓർമ്മയുണ്ടോ മറ്റേ അന്ന് AWSയിൽ വർക്ക് ചെയ്യണ ഒരു പുള്ളി വന്നിട്ട് നമ്മൾ കുറച്ച് ചർച്ച ഉണ്ടായിരുന്നില്ലേ ക്ലബ് ഹൗസിൽ? അപ്പം അവര് ബെഞ്ച് മാർക്ക് ചെയ്ത് നോക്കിയിട്ട് സ്ട്രീംസ് ഒഴിവാക്കി എന്നാ പറഞ്ഞത്. അല്ല, ഇപ്പൊ സ്ട്രീംസ് ഇപ്പൊ നിതിൻ വർഗീസും പറയണ്ടായിരുന്നു. അതായത് വെച്ചാല് ഈ ആൾക്കാർ വെറുതെ ഫുൾ ടേബിൾ സ്കാൻ സ്ട്രീമിൽ ചെയ്യുമെന്ന്, SQL query അങ്ങോട്ട് വിടണേനവര്. അത് മണ്ടത്തരമാണ്. അത് പക്ഷേ പ്രോപ്പർ കോഡ് റിവ്യൂ, അത് ഡെവലപ്പർ പൊട്ടനായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാ? ഒരു മിനിമം ക്വാളിറ്റി ആണല്ലോ. പൊട്ടെന്ന് പറഞ്ഞാ ഇതിപ്പോ മെയിൻ പ്രശ്നം വെച്ചാൽ സ്ട്രീം ഈസ് എ റീപ്ലേസ്മെന്റ് ഫോർ ലൂപ്പ്. അല്ല, അതുണ്ടല്ലോ മറ്റേ ഇവിടെ ഇല്ലേ, ഞാൻ ഈ സാനിൽ പോയി കഴിഞ്ഞപ്പോൾ ഒരു ക്യൂറിയൊക്കെ അതായത് ഭയങ്കര സ്ലോ സാധനം. ഇപ്പം ഞാൻ കോഡൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ചെയ്തേക്കാണ്, അതായത് ഒറ്റ ക്യൂറിയിൽ അടിച്ച് എടുക്കണതിന് പകരം ലൂപ്പൊക്കെ ഇട്ട് പിന്നെയും ഡാറ്റാബേസിന് ഹിറ്റ് ചെയ്ത് കൊണ്ടുവരൊക്കെ. എന്നിട്ട് ഞാൻ പോയി അത് മാറ്റാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ഓർഡർ ഓഫ് എൻ സ്ക്വയർഡ് എന്നൊക്കെ പറഞ്ഞ് തന്നെ അൽഗോരിതമിക് കോംപ്ലക്സിറ്റി ഒക്കെ പഠിപ്പിക്കാൻ തന്നെ. അതായത് ആമ്പിള്ളേര് ലോവസ്റ്റ് ലെവലില് 50 കൊല്ലമായിട്ട് എഴുതി വിസിറ്റൊക്കെ ഇരിക്കണ കോഡിന്റെ അടുത്ത് നമ്മൾ ഫൈറ്റ് ചെയ്യണം കോംപ്ലക്സിറ്റി വെച്ചിട്ടല്ലേ? അതെ അതെ അതെ. അല്ല, അതായത് അവര് ഇമ്മെച്യൂറായിരുന്നു എന്നുള്ളതാണ് അതിന്റെ. പിന്നെ കോംപ്ലക്സിറ്റി അനാലിസിസ് നെറ്റ്വർക്കുകളിലെ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിന് വേണ്ടിയുള്ളതല്ലല്ലോ. അല്ല, അത് വലിയ തമാശയാ. അതായത് പലപ്പോഴും സ്പീഡ് അളക്കുമ്പോഴേ മറ്റേ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്, നോ ചെയിൻ ഈസ് സ്ട്രോങ്ങർ ദാൻ ഇറ്റ്സ് വീക്കസ്റ്റ് ലിങ്ക്. അപ്പോ അത് കണക്കിലെടുക്കാതെയുള്ള ഗെയിമാ. അതായത് ആ നെറ്റ്വർക്കാണ് അവിടുത്തെ വീക്കസ്റ്റ് ലിങ്ക്. പിന്നെ അതേമാതിരി തന്നെ ഈ ഒലാപ്പ് ഇതിലൊക്കെ ഈ ക്ലിക്ക് ഹൗസിലൊക്കെ എന്താ പറയാമോ, നെറ്റ്വർക്കിലൂടെ കുറച്ച് ഡാറ്റ പോകണമെന്ന് ഫുൾ കമ്പ്യൂട്ടേഷൻ സെർവറിൽ നടക്കണേ, മനസ്സിലായോ? അതൊക്കെ ആവശ്യത്തെ പറയണേ കാണിക്കുകയും ചെയ്യും. സാറ് നിസാൻ കഥകൾ പറയണ്ടോ? അതായത് ഒരു പുതിയ ആർക്കിടെക്റ്റ് വന്നു UST നിസാനിൽ. അപ്പോൾ ഇത് അപ്പോൾ ഇത് ചെയ്യണം, അതായത് നമ്മുടെ ഇപ്പം SLA ഗ്യാരണ്ടീസൊക്കെ ഗ്രൗണ്ട് ചെയ്യണമല്ലോ, പിന്നെ പെർഫോമൻസ് ഒക്കെ മെഷർ ചെയ്യണം. അപ്പോൾ ഒരു മറ്റേ CET പഠിച്ച ഒരുത്തനുണ്ട്. അപ്പോൾ ഇവനെ വെച്ചിട്ട് അവർ ഒരു അനാലിസിസ് ഒക്കെ ചെയ്ത് ഞങ്ങൾക്ക് പ്രസൻറ്റേഷൻ എടുക്കുകയാണ്. അപ്പോൾ ഒരു മെയിൻ മെത്തേഡിനകത്ത് കുറേ ഒബ്ജക്ട്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് പുള്ളി മറ്റേ വിഷ്വൽ VM ഒക്കെ വെച്ച് കണക്ട് ചെയ്ത് അതിൻ്റെ പെർഫോമൻസ് ഒക്കെ മെഷർ ചെയ്ത് കാണിക്കുക. ഇങ്ങനെ എങ്ങനെ മെഷർ ചെയ്യാം, അത് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഔട്ട്പുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ, ഇനി നിങ്ങൾ പോയിട്ട് മറ്റേ ആപ്ലിക്കേഷൻ സാധനം ചെയ്തോളാൻ. അതായത് ലോഡ് ടെസ്റ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചറിനെ പറ്റി, അതായത് ലോഡ് ജനറേഷനെ പറ്റി യാതൊരു ചർച്ച ഉണ്ടായിരുന്നില്ല. എന്നിട്ട് എല്ലാവരും ടാസ്ക് എടുത്തിട്ട് വീട്ടിൽ പോകാൻ ഇരിക്കുകയായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞാണ്. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഞാൻ വൈശാഖം കൂടി പിടിച്ച് മീറ്റ് ഓഫ് ദ സ്റ്റഫിലോട്ട് കൊണ്ടുവരേണ്ടി വന്നു.
അതൊക്കെ ഉണ്ടായിരുന്ന അതൊക്കെ കേട്ടില്ല ഉണ്ടായിരുന്നു വെച്ചാ അയാള് ഫസ്റ്റ് ഈ യുവർ ഫെമിലിയർ ഡോട്ട് പ്രൊഡക്റ്റ് പറഞ്ഞ് ഊരാൻ നോക്കിയതാണ്. അതെ ഒരു ക്ലൂ ഇല്ല. അത് മറ്റേ ആ CT-കാരനാണെങ്കിൽ അവനും ഒരു ക്ലൂ ഇല്ല ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന്. ഇത് പുൾക്കിത്തിന്റെ കാര്യമാണ് പറയണേ. അല്ല പുൾക്കിതല്ല ഇത് വേറൊരു പുള്ളി. ഇത് അതായത് അവിടെ ഒരു സ്പ്രിംഗ് ബൂട്ട് ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൻ്റെ വർക്ക് ലോഡ്സ് നമ്മൾ സിമുലേറ്റ് ചെയ്യണം. അതായത് ഇവൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ അതിനകത്തോട്ട് വിട്ടിട്ട് വേണം അതിൻ്റെ മെഷറൊക്കെ ചെയ്യാൻ. ബിഹേവിയർ നിങ്ങൾക്ക് ലോഡ് ടെസ്റ്റ് ചെയ്ത് മറ്റേത് ചെയ്തിട്ട് എന്താ പറയാ പ്രൊഫൈലിംഗ് അവിടെ ഹലോ വേൾഡ് വെച്ച് ഒബ്ജക്റ്റ് അലോക്കേഷൻ ഒക്കെ നമ്മളെ കാണിച്ചിട്ട് എന്ത് കാര്യം? അല്ല അത് വേറെ കാര്യമുണ്ട്. ഈ മറ്റേ ഞാനേ UST വർക്ക് ചെയ്യുമ്പോഴേ പല അക്കൗണ്ടിലും ജാവാസ്ക്രിപ്റ്റ് പൈക്ക് അറിഞ്ഞൂടെ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ എനിക്ക് ചെയ്യും ജാവാസ്ക്രിപ്റ്റ് അറിഞ്ഞിട്ട് എന്താ പറയുക, React.js-ന്റെ ഉള്ളില് മറ്റേ റിയാക്ട് അല്ല ആംഗുലറിന്റെ കുറെ ന്യൂആൻസസ് ഒക്കെ ഞാൻ എവിടെ നിന്ന് പഠിക്കാനോ? എനിക്ക് ജാവാസ്ക്രിപ്റ്റ് അറിഞ്ഞിട്ട് എന്താ കാര്യം? അങ്ങനെ ആ ചെറുക്കനെ വിട്ടതായിരിക്കും നിങ്ങളുടെ അടുത്തേക്ക്, മനസ്സിലായോ? അതെ എന്നിട്ട് എല്ലാവരും എണീറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങള് വെയിറ്റ് പറഞ്ഞിട്ട് പിടിച്ച് സാധനം വന്ന് അല്ല എന്നിട്ട് ചെയ്തില്ല അത് അവസാനം. അതാണ് ഔട്ട്കം. അതായത് അല്ലല്ല അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. പല മീറ്റിങ്ങിലും അൺകമ്പ്യൂട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഗ്രേറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറങ്ങുമെന്ന് ഞാൻ അവിടെ വെച്ച് തന്നെ അത് അൺകമ്പ്യൂട്ടബിൾ ആണെന്ന് വിളിക്കും, മനസ്സിലായ? അപ്പൊ ദേഷ്യം വരും. കാരണം എന്ന് വെച്ചാൽ ഈ റിച്വൽസ് കളിക്കാൻ പോണവർക്ക് ഔട്ട്പുട്ട് ഒന്നും വേണ്ടല്ലോ, അവരങ്ങനെ ഇല്ലൂന്ന്, മനസ്സിലായി? ആ ഒരു പ്രൊഡക്റ്റ് ടെമ്പർമെന്റ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ എന്ത് ചെയ്യും? ഇത് എന്ത് പറഞ്ഞപ്പോഴാണ് ഇതിനകത്ത് SQL പറഞ്ഞിട്ട് ഡിസ്ട്രിബ്യൂട്ടഡിന്റെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ല നമ്മള് പലപ്പോഴും പ്രോഗ്രാമേഴ്സിന്റെ അവയർനെസ് സ്ട്രീമും ഒക്കെ വരുമ്പേ അല്ല അതിപ്പോ അല്ല പ്രോഗ്രാമർ അങ്ങനെയല്ല, ആ തരം ഒരു എംഫസിസ് കൊടുക്കുന്നില്ല. അതായത് ഇപ്പൊ എന്ത് പറ്റുന്നു വെച്ച് കഴിഞ്ഞാല് പാസ്റ്റ് പ്രൊജക്ട് ചെയ്യുന്നേ അത് വേറെ പ്രശ്നമുണ്ട്. ഷിപ്പിംഗ് മെന്റാലിറ്റി എന്ന് പറയും, അല്ലെങ്കിൽ കപ്പൽ മെന്റാലിറ്റി എന്ന് പറയാം. അതായത് സോഫ്റ്റ്വെയർ എങ്ങനെയെങ്കിലും ഷിപ്പ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് പിന്നെ ടെസ്റ്റർ നോക്കിക്കോളും, റിലീസ് ടീം ഒക്കെ നോക്കിക്കോളും, ബിൽഡൊക്കെ കഴിഞ്ഞ് ഞാൻ എന്തിനാ ബോധർ ചെയ്യണമെന്നാണ് ഒരു അങ്ങനെയാണ് കമ്പനികൾ ഓടിക്കണേ, മനസ്സിലായില്ല? അത് ആ കോഡ് ഡെലിവറബിൾ ആണെങ്കിൽ ഈ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല, ചെറുതെ, മനസ്സിലായ? അപ്പൊ അതിപ്പോ മിക്ക ആൾക്കാരും പിയർ റിവ്യൂഡ് അല്ല. ഇനിയിപ്പോ പിയർ റിവ്യൂഡ് ആണെങ്കിൽ തന്നെ ഈ അവരെക്കാളും ഇൻഫീരിയർ ഡെവലപ്പേഴ്സ് അവരെ പിയർ റിവ്യൂ ചെയ്തിട്ടുന്ന കാര്യം വേൾഡിലോട്ട് കോഡ് ഇട്ട് കൊടുക്കണം. അല്ല അതായത് ഈ എത്ര പിയർ റിവ്യൂഡ് ആണെങ്കിലും ബിഹേവിയർ ലെവലിലാണ് പിയർ റിവ്യൂ നടക്കണേ ഇവിടെ, സ്ട്രക്ചറൽ ലെവലില്ല. ഇല്ല അതാണ്. അതായത് ഈ ഏത് പ്രൊഡക്റ്റ് കമ്പനി പോയാലും കാര്യമില്ല എന്നുള്ളതാണ്. സായിപ്പ് ബുദ്ധിമാനാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സായിപ്പ് ബുദ്ധിമാനാണെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനല്ല, ഇല്ല സായിപ്പ് ബുദ്ധിമാനാണെന്ന് പറഞ്ഞാൽ അവനെ അതേ അറിയാൻ പാടുള്ളൂ. അതെ ആ ലെവലിൽ കറക്റ്റാണ്. അല്ല അത് ഇപ്പൊ ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാല് നമുക്ക് നാട്ടിൽ നിന്നിട്ട് സായിപ്പ്മാരാവന്ന്, മനസ്സിലായില്ലേ? മെയിൻ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഫസ്റ്റ് ഇപ്പൊ ഒരു പുള്ളി എൻ്റെ അടുത്ത് 1.5 മണിക്കൂർ പുള്ളിയുടെ സൊല്യൂഷൻ പറഞ്ഞു, മനസ്സിലായില്ലേ? ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി പുള്ളി എന്താ ചെയ്യണത്. ഞാൻ പക്ഷെ 30 മിനിറ്റും കേട്ട് 40 മിനിറ്റ് എടുത്ത്. എന്നിട്ട് ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞ് നീ ഒന്ന് ഗ്രഹാം സ്കാൻ അടിക്കാൻ പറഞ്ഞു. ചെറുതെ അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാല് പുള്ളി വയലുണ്ടായി, മനസ്സിലായില്ലേ? അപ്പൊ ഇത് പുള്ളിയുടെ പ്രോബ്ലം എന്താന്ന് വെച്ചാല് ഒരു സെറ്റ് ഓഫ് പോയിന്റ്സിനെ പുള്ളിക്ക് ഫെൻസ് ചെയ്യണം വിത്ത് ഒരു ബഫർ ഇട്ട് പിടിയാ. അപ്പൊ നിങ്ങക്ക് നിങ്ങളുടെ ഡാറ്റ ഉണ്ടെങ്കിൽ ഡാറ്റയ്ക്ക് ഒരു ഔട്ടർ പോളിഗോൺ ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി, മനസ്സിലായില്ലേ? സൈൻ നോക്കി.
അപ്പൊ പക്ഷെ പുള്ളി ഞാൻ പുള്ളി കുറ്റമല്ല പറയണേ, പുള്ളി ചെയ്ത പ്രോബ്ലം ഗ്രഹാം സ്കാനാന്ന് ഞാൻ പറഞ്ഞിട്ട് എന്നോട് നന്ദി പറഞ്ഞ് പുള്ളിയുടെ പ്രോബ്ലത്തിലോട് ഗ്രഹാം സ്കാൻ എന്താന്ന് പഠിച്ച് ഫ്യൂച്ചറിൽ പുള്ളി ഗ്രഹാം സ്കാനാന്നല്ല പറയണ്ടേ, അല്ലെങ്കിൽ മറ്റേ കോൺവെക്സ് ഹള്ളാണെന്നല്ല പറയണ്ടേ. അപ്പൊ ഈ കോൺവെക്സ് ഹള്ളാണെന്ന് പുള്ളി പറയുമ്പോ എന്തുട്ടാണ് ഈ കോൺവെക്സ് എന്ന് പറയുകയും അപ്പൊ അവന് അതിന്റെ അങ്ങനെയാണ് സ്ട്രക്ചറൽ തിങ്കിങ് കൂടണേ. ഇവിടെ കിട്ടിയാ ചെയ്ത, പക്ഷേ ഈ എപ്പോഴും അടി കിടക്കും. അപ്പൊ ഈ ആനക്ഡോട്ടൽ എവിഡൻസിന്റെ കുഴപ്പം അതാണ്. ഇവിടെ കിട്ടിയാ അല്ല, അപ്പൊ ഈ അങ്ങനെയല്ല, ഇപ്പോ വെസ്റ്റിലുള്ള അത്രയും സായിപ്പ്മാരുടെ ഇടയിൽ സ്ട്രക്ചറൽ തിങ്കിങ് ഇന്ത്യൻസ് ഉണ്ട്, പക്ഷെ ഇന്ത്യയുടെ പോപ്പുലേഷൻ വലുതായതുകൊണ്ടാണ് ആ പ്രശ്നം. ഇവിടെ കിട്ടിയാ അതാണോ അതോ കളക്ടിവിസ്റ്റിക് ആയിട്ടുള്ള കൾച്ചറാണോ? അല്ല, അത് കളക്ടിവിസ്റ്റിക് കൾച്ചർ, അത് മറ്റേ പൊതുബോധം സൃഷ്ടിച്ചുണ്ടാക്കി കോൺഗ്രസ് ഉണ്ടാക്കിയതല്ലേ, മനസ്സിലായില്ലേ? മറ്റേ ഫസ്റ്റ് ഈ കളക്ടിവിസ്റ്റ് കൾച്ചറിനേക്കാളും ഒരു ഈ എന്താ പറയാ ശരാശരി ഹിന്ദുവിനെ പറ്റിക്കാന്നുള്ളതാണ് കോൺഗ്രസ് സംസ്കാരം. അപ്പൊ എന്തൊറ്റെന്ന് വെച്ചാല് അവര് ഭൂരിപക്ഷം അവര് തിരിച്ചും പറ്റിക്കാൻ തുടങ്ങി. അപ്പൊ എല്ലാവരുടെയും സ്വഭാവം ഒന്നായി. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു കാരണം ഞാനിത് ചെറുപ്പത്തിലെ മനസ്സിലാക്കിയതാണ്, ഈ കളക്റ്റീവ് തിങ്കിങ് ഒരു കോൺസിക്വൻസ് ആണ്. ശരിക്കും പറഞ്ഞ ഒരു ഡിസൈൻ ഉണ്ട്, അവിടെ സെറ്റിംഗ് ഉണ്ട്. ഇവിടെ കിട്ടിയ അപ്പൊ മിക്ക ആൾക്കാർക്കും അത് ഡീകോളനൈസ് ആരാണ് ഈ ഡീകോളനൈസിങ് ഹിന്ദു മൈൻഡ് എന്നൊരു ബുക്ക് ഉണ്ട്, അത് വായിച്ചാൽ മതി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കാര് ഭയങ്കര ഇൻഡിവിജ്വലിസ്റ്റിക് ആണ്, ശരിക്കും കളക്റ്റീവ് അല്ല. അത് ഇവിടെ സർട്ടൺ വിഭാഗങ്ങള് അങ്ങനെ കളക്റ്റീവായിട്ട് ഹേർഡ് ചെയ്യാണ്, മനസ്സിലായില്ലേ? ന്യൂനപക്ഷം, ദളിത് ന്യൂനപക്ഷം, പിന്നോക്ക ജാതി എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ ഹേർഡ് ചെയ്യുമ്പോ വരുന്ന കളക്റ്റീവ്സും അത് ഇവിടെ കിട്ടിയ അത് വ്യക്തിഗത തലത്തിലില്ല, ഭയങ്കര ഇൻഡിവിജ്വലിസ്റ്റ് ആൾക്കാർ ശരിക്കും. പിന്നെ പറഞ്ഞല്ലോ, അതായത് നിന്നെ കൊണ്ടൊക്കെ ഇതേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ. അപ്പൊ ആ ഒരു ഇതുണ്ട്. പിന്നെ ഫോർ സം റീസൺ ഇപ്പൊ കാൽക്കുലസ് ഇന്ത്യയിൽ കണ്ടുപിടിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഒരു സ്ട്രക്ചറൽ ഔട്ട്ലുക്ക് ടു ദ വേൾഡ് സാഹിബിന്റെ സംഭാവനയാണ്. അതായത് ഈ കുറച്ചും കൂടി അത് ഞാൻ ഇല്ലാതില്ല. അപ്പൊ ആ സാധനമായിട്ട് ഇവിടത്തെ ഒരാള് കുറച്ച് ആർട്ടിഫിഷ്യാലിറ്റി ഉണ്ടെങ്കിൽ അത് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ ആർട്ടിഫിഷ്യാലിറ്റി അപ്പൊ കാണുന്ന എന്താണ്, ഒന്നിലോ മറ്റേ പത്തനംതിട്ടയിലെ മേനോൻ അല്ലെങ്കിൽ ഡൽഹി മേനോനിലൂടെ മനസ്സിലാക്കാം. അല്ല, എല്ലാ സായിപ്പ്മാർക്കും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല സാറേ, ഇത് അവർക്ക് നാച്ചുറൽ അങ്ങനെയല്ല. അല്ല, പക്ഷെ ഐ അണ്ടർസ്റ്റാൻഡ്. നിങ്ങള് ഞാൻ എന്റെ പൊളിറ്റിക്സ് എന്താ കാര്യം എന്ന് പറഞ്ഞാൽ വി ക്യാൻ ഈസിലി എമുലേറ്റ് ആൻഡ് സർപാസ് ദാറ്റ് എന്നുള്ളതാണ്. ഇപ്പൊ ഞാനൊരു കിടിലൻ സ്ട്രക്ചറൽ തിങ്കറാണെന്ന് എനിക്ക് ഒരു ഡൗട്ടും ഇല്ല, മനസ്സിലായില്ലേ? ആൻഡ് ഇറ്റ് ഈസ് ഈസിലി റെപ്ലിക്കബിൾ എന്ന് എനിക്ക് ഉറപ്പാ. അല്ല, ഞാൻ നമ്മുടെ ഗ്രൂപ്പിന്റെ ആരും അല്ല പറയുന്നത്. അല്ല, അങ്ങനെയല്ല. യു ബ്രോട്ട് ഔട്ട് എ ഗുഡ് പോയിന്റ്. അതായത് ഇപ്പൊ നമ്മളും അവരും തമ്മിലുള്ള ആ ഡിഫറൻസ് ബ്രിഡ്ജ് ചെയ്യാൻ ഈസിലി എളുപ്പമാണ്. അതാണ് ഞാൻ ലാസ്റ്റ് ഒരു 25 കൊല്ലമായിട്ട് ഞാൻ ശ്രമിക്കണേ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ദർ ആർ നോട്ട് മച്ച് ടേക്കേഴ്സ്. ഇപ്പൊ ഈ സ്ക്രീനിൽ കാണുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ഉള്ളില് ഒരു ഇതിന്റെ ഡീപ്പ് കോൺസിക്വൻസ് മനസ്സിലാക്കിയാൽ തന്നെ പിന്നെ നമ്മുടെ എന്താ പറയാ നേറ്റീവ് തിങ്കിങ്ങും കൂടി ഉണ്ടെങ്കിൽ യു ക്യാൻ ആക്ച്വലി ഗോ പ്ലേസസ്, മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞാൽ ഇപ്പൊ ലാംഡ കാൽക്കുലസ്, ഓക്കെ, ലാംഡ കാൽക്കുലസ് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഈ എന്താ പറയാ ക്വാഡ്രാറ്റിക് ഈക്വേഷൻ സോൾവ് ചെയ്യണ അത്രയും സ്പഷ്ടതയോടെ പഠിക്കാൻ പറ്റൂല. അത് ഓൺലി സ്പെഷ്യലിസ്റ്റിനെ പറ്റുള്ളൂ. പക്ഷെ വി ക്യാൻ നോ ഇനഫ് അബൌട്ട് ലാംഡ കാൽക്കുലസ് ആൻഡ് യൂസിങ് ടൂൾസ് അവൈലബിൾ ആൻഡ് യൂസിങ് എന്താ പറയാ എൻജിൻസ് അവൈലബിൾ, വി ക്യാൻ ഡു എക്സംപ്ലറി വർക്ക് യൂസിങ് ലാംഡ കാൽക്കുലസ്. പിന്നെ ലാംഡ കാൽക്കുലസ് തിങ്ക് ചെയ്യാൻ പറ്റും. അപ്പൊ എനിക്ക് മനസ്സിലാക്കിയ റിഡക്ഷനിസം മര്യാദക്ക് പഠിച്ചിട്ടില്ല ചെറുതെ.
അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്ക് തോന്നുന്നു അതാണ് നമ്മുടെ ബിഗസ്റ്റ് സാധനം. അതായത് ഒരു പ്രാതിഭാസിക തലത്തിലുള്ള അറിവില് തൃപ്തനാണ്. അപ്പൊ അതിന്റെ അടിയിലെ അണ്ടർലൈൻ യൂണിഫൈഡ് എന്താ പറയാ, അത് എങ്ങോട്ടാ ലോവർ ചെയ്യണെന്നുള്ളത് ഒരു ക്യൂരിയോസിറ്റി കാണിച്ചാൽ തന്നെ ഇപ്പൊ ലാംഡ കാൽക്കുലസ് എന്താണ്, ട്യൂറിംഗ് മെഷീൻ എന്താണ്, പ്രെഡിക്കേറ്റ് ലോജിക് എന്താണ്, പൈ കാൽക്കുലസ് ഏറിയ ഒരു 6 മാസം എഫേർട്ട് ഇട്ടാൽ എന്താ പറയാ, പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ മാത്രമല്ല മറ്റ് പല മേഖലകളിലും ഇത് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ നമ്മള് നമ്മുടെ മുന്നിൽ വരുന്ന ബുദ്ധിമാൻ പലപ്പോഴും വിക്റ്റിമാണ് ശരതൻ, അല്ലേ? അപ്പോ ഈ നൈസർഗിക കഴിവ് അല്ലെങ്കിൽ ഇതൊക്കെ വെറും പൊളത്തരോ. അതായത് എ മാൻ ഇസ് ദ പ്രൊഡക്റ്റ് ഓഫ് പാത്ത് ഹി ഹാസ് ബീൻ കൺസ്ട്രെയിൻഡ് ഇൻടു. അപ്പൊ നമുക്കറിയാവുന്ന ഒരു പുള്ളിയുണ്ട്, ചെറുപ്പത്തിലെ പുള്ളി ഭയങ്കര, പിന്നെ പുള്ളി കുറെ കഴിഞ്ഞപ്പോ ഈ ഇപ്പൊ ലാല് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഭയങ്കര ഡേഞ്ചറസാ. ലാലെ എവിടെയാന്ന് അറിയാമോ? പുള്ളി BRB ഒരു ലാംഗ്വേജ് അറിഞ്ഞാൽ വേറെ ലാംഗ്വേജ് അറിയാൻ പറ്റും എന്നുള്ളത് ഭയങ്കര റിസ്കി സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറഞ്ഞ ശരത് അമ്മയ്ക്ക്. അതായത് അവിടെ നിന്നാണ് ഈ പ്രോബ്ലം ഒക്കെ വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായ? 3 ആഴ്ച കൊണ്ട് C++ പഠിച്ചു എന്ന് എങ്ങനെ വിചാരിച്ചേ? തൊട്ടടുത്ത് നോക്കിയിട്ടില്ലേ? അപ്പൊ ഓരോ ലാംഗ്വേജിനും അതിൻ്റെതായ ഇന്റന്റ്, അങ്ങനെ കുറെ 100 കൂട്ടം കാര്യങ്ങൾ കണക്കിലെടുത്താത്തതിന്റെ കുഴപ്പമെന്നേ ഞാൻ പറയുള്ളൂ. മനസ്സിലായ? അല്ലെ? ഐ അഗ്രി. ആസ് എ ഗ്രൂപ്പ് പ്രോസസ് ലെവലിലും എവല്യൂഷൻ ലെവലിലും ഒരു എഡ്ജ് വെസ്റ്റേണേഴ്സ് ഉണ്ട്. പക്ഷെ അതൊരു വെസ്റ്റേൺ ഇൻഡിവിജ്വലിന് കൊടുക്കേണ്ട ആവശ്യം എന്താണെന്നാണ് എന്റെ ചോദ്യം. അത് അവരുടെ കളക്റ്റീവ് ഇന്റലിജൻസ് അല്ലേ? അല്ല, ഇൻഡിവിജ്വലിന് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഇൻഡിവിജ്വലിന് കൊടുക്കുമ്പോഴാണ് പ്രോബ്ലം തന്നെ. അതായത് അല്ല, അത് കണ്ടന്റ് ബേസ്ഡ് ജഡ്ജ്മെന്റ് ഇല്ലാത്തതിന്റെ പ്രശ്നമാണത്. അപ്പൊ ആ ഇൻഡിവിജ്വലിന് അത് കൊടുക്കും. അല്ല, പക്ഷെ അത് ഞാൻ പറഞ്ഞില്ലേ, ബട്ട് അവിടെ നിന്നാണ് ഈ പറയണ എന്താ വെച്ചാൽ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളൊരു കാര്യത്തെ കുറിച്ച് സംസാരിച്ചാല് സംസാരിക്കാൻ ആർക്കാ പറ്റാതെ ചെയ്തു നോക്കിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും. അവിടെയാണ് ഞാൻ പറഞ്ഞത് 60 അൽഗോരിതത്തിലുള്ള ഒരു മനുഷ്യന് പഠിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് 600 അൽഗോരിതം വേണം. എന്ത് ചെയ്യും? അപ്പോ 60 അൽഗോരിതം, അതിൽ നിന്ന് ഏതെങ്കിലും 60 അൽഗോരിതം അല്ല പഠിക്കണേ. ഒരു കെയർഫുള്ളി ചോസൺ ആയിട്ടുള്ള, അതായത് ഒരു എന്താ പറയാ, ഒരു 30 ക്ലസ്റ്ററിലായിട്ട് പഠിക്കേണ്ടി വരും ചിലപ്പോ, ഫാമിലിയൊക്കെ നോക്കി വേണ്ടേ? സോ ദാറ്റ് when the need arises you can actually go and do it. അപ്പൊ അത് ശരിയാണ്. സ്ട്രക്ചറൽ തിങ്കിങ് പഠിക്കണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് നല്ലൊരു ബേസ് വേണം. ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റേ ഫിനാൻഷ്യൽ ബേസ് അല്ല കേട്ടോ, സൈക്കോളജിക്കലി അയാളൊരു സ്റ്റേബിൾ സ്റ്റേറ്റിലായിരിക്കണ്ടേ. ആ ഒരു അപ്ഫ്രണ്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തണമല്ലോ. അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞ മാതിരി അയാളുടെ പേഴ്സണൽ പ്രയോറിറ്റി ആൻഡ് ലിമിറ്റ്, ഫാമിലിയുടെ ലിമിറ്റ്, പിന്നെ ഭാര്യയും കുട്ടികളും എത്ര പുള്ളിയുടെ നിന്ന് ഡിമാൻഡ് ചെയ്യുന്നു, പിന്നെ കൂട്ടുകാരുടെ പിന്നെ സെക്കുലറിസം പ്രൂവ് ചെയ്യാനുള്ള അവേഴ്സ്, ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണ്ടേ ഇവൻ ലോജിക്കിന്റെ പ്രെഡിക്കേറ്റ് ലോജിക്കിന്റെയും ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ. അപ്പൊ അതൊരു വലിയ പ്രോബ്ലമാണ്. അപ്പൊ നമുക്കിതൊന്ന് വൈൻഡ് ചെയ്താലോ? അപ്പോ ഇന്നത്തെ ചർച്ച ലേൺ 1000 പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ്. അപ്പോൾ അതൊരു കേൾക്കുമ്പോൾ വളരെ എന്താ പറയാ, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രൊപ്പോസിഷൻ ആണെന്ന് വിചാരിക്കാം. ആരോഗ്യ പരിപാലന തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ശരിയാണോ എന്ന് വിചാരിക്കാം. പക്ഷേ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിന്റെ ഈ കാണുന്ന കൺഫ്യൂഷന്റെ പുറകിൽ 4 മെഷീൻ മോഡൽസുകൾ, ലാംഡ കാൽക്കുലസ്, ട്യൂറിംഗ് മെഷീൻ, പ്രെഡിക്കേറ്റ് ലോജിക്, പൈ കാൽക്കുലസും 3 ഫാമിലി ഓഫ് ലാംഗ്വേജസ്, ഇത് ഇമ്പറേറ്റീവ്, ഫങ്ഷണൽ ആൻഡ് ലോജിക്. ഈ 3 ഫാമിലിയെ കുറിച്ച് നല്ല ജ്ഞാനം ഉണ്ടെങ്കിൽ റെസ്റ്റ് ജസ്റ്റ് ഒരു എന്താ പറയാ, ഈ സിൻഡാറ്റിക് ഷുഗറാണ്, റൈസിങ് ഓൺ ദ കേക്കാണ്. അപ്പോ അങ്ങനെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഒരു സ്ട്രക്ചർ ഉണ്ടെങ്കിൽ നമുക്ക് ലോകവീക്ഷണത്തിന് വേണ്ടി ലോകത്തെ തന്നെ ഒരു പ്രോഗ്രാമബിൾ വേൾഡ് അല്ലെങ്കിൽ പ്രോഗ്രാംഡ് വേൾഡ്, അത് ഒരു ഡിറ്റർമിനിസ്റ്റിക് പ്രോഗ്രാം അല്ല, അതൊരു ഇപ്പൊ ചില മതങ്ങളൊക്കെ വിശ്വസിക്കുന്നത് അത് ഡിറ്റർമിനിസ്റ്റിക് ആണ്, ദൈവകൽപ്പനയാണെന്നാണ്.
പക്ഷേ ഈ കുറച്ചുകൂടി സൂക്ഷ്മദൃഷ്ടിയിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു റാൻഡംനെസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ടത് പ്രോഗ്രാമിംഗ് ഔട്ട് ദെയർ. ഈ പ്രോഗ്രാമിംഗ് ഔട്ട് ദെയറിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. കാരണം because of the existing settings and then the systems it has got and the agency which has been defined and the actions we are supposed to take, ഒരു എന്താ പറയാ വാട്ട് വി ആർ സപ്പോസ് ടു ഡു, ഇനി അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ആ സിസ്റ്റത്തിന്റെ ഈ കാര്യങ്ങൾ ഫിഗർ ഔട്ട് ചെയ്തെടുത്താലേ ഇപ്പൊ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് സർവീസസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുന്ന പശ്ചാത്തലത്തിൽ നിങ്ങൾക്ക് കുറെ പ്രോസസ്സസും അതൊക്കെ ഓട്ടോമേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ പ്രോഗ്രാമിംഗിന്റെ ലാർജ് ഉപയോഗിക്കുക. പിന്നെ ഓഫ് കോഴ്സ് പ്രോഗ്രാമിംഗിന്റെ സ്മോൾ അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആൾറെഡി ഇപ്പോൾ ഈ മോളിൽ ഡീൽ ചെയ്ത് കഴിഞ്ഞു നമ്മൾ പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ. ഹോപ്പ് ദിസ് വാസ് യൂസ്ഫുൾ.